السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ പ്രോഗ്രാം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറേ ദിവസങ്ങളായി ഈ വേനലവധിക്കാലത്ത് വൈകുന്നേരങ്ങളിൽ ഇതുപോലെയുള്ള നിറഞ്ഞ സദസ്സുകൾ കേരളത്തിൻ്റെ വിവിധ ദിക്കുകളിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംഘടിപ്പിക്കപ്പെടുന്ന ആ പ്രോഗ്രാമിൻ്റെ തലവാചകം നിർഭയത്വം ആവശ്യമുള്ള മനുഷ്യർക്ക് അഭയം തൗഹീദാണ് എന്നതാണ്. ആ ഒരു ക്യാപ്ഷൻ എത്രത്തോളം പ്രസക്തമാണെന്നും അതെത്രത്തോളം മനുഷ്യജീവിതത്തോട് സംവദിക്കുന്നുണ്ട് എന്നും ബോധ്യമാകണമെങ്കിൽ പൊതുവേ മനുഷ്യരനുഭവിക്കുന്ന സംഘർഷങ്ങളും വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും പ്രാരാബ്ധതകളുമൊക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതുണ്ടാകുമ്പോഴാണ്, ഈ പരിഹാരത്തെ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് നമുക്ക് ഫീൽ ചെയ്തിട്ട് മനസ്സിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റുക. ഇതിൻ്റെ ഏറ്റവും മുഖ്യ സംഘാടകൻ, ഇതിലെ സഹപ്രവർത്തകർ ആ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ, അതിൻ്റെ പ്രചാരണ വാഹനത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ, ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നുമില്ലാത്തൊരു ഫീലിങ്, അവർക്കൊന്നുമില്ലാത്ത ഒരു തിരിച്ചറിവ്, ജീവിതം ഇതുപോലത്തെ സംഘർഷങ്ങളിൽ അകപ്പെട്ട്, ആശങ്കകളിൽ അകപ്പെട്ട്, പ്രതിസന്ധികളിൽ അകപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് പൊതുവെ ഉണ്ടാകാനുള്ള സാഹചര്യവും സാധ്യതയും കൂടുതലാണ്. ഞാനങ്ങനെ പറയാൻ കാരണം, വളരെ ഉപരിപ്ലവമായി മാത്രം കാര്യങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു ന്യൂനപക്ഷം, അവർ പൊതുവെ പറയാം, ഇവരെങ്ങനെ പോയാൽ അവസാനം തൗഹീദ് എന്നേ പറയുള്ളൂ, ഇപ്പോൾ വേറെന്തെങ്കിലും ആണെങ്കിൽ അതും ഒരു തൗഹീദ് എന്നേ പറയുള്ളൂ. അത് ശരി, അത് ഞങ്ങളൊരു കുഴപ്പമാണ്. അത് ഞങ്ങളെ വലിയൊരു പ്രശ്നമാണ്. ഇവിടെ
ഫാഷിസം ശക്തിപ്പെടുന്ന കാലത്തും ഇവരിതുപോലത്തെ വേദി കെട്ടിയാൽ ആ വേദിയിൽ ഇങ്ങനെ ഈ ആയത്തും ഹദീസും 100 കൊല്ലമായിട്ട് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു വിഭാഗത്തെ ആദ്യമേ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ കാര്യം, ഇവിടെ സംസാരിക്കപ്പെടുന്ന വിഷയം അവർക്ക് കൂടി ഉള്ളതാണ്. അവരിങ്ങനത്തെ ഒരു ചിന്ത കൊണ്ട് അവരുടെ കാതിന് ടാപ്പിട്ട് ഹൃദയത്തിന് ലോക്കിട്ട് അങ്ങാടിയുടെ പരിസരത്ത് എവിടെയോ വേറെ ആരോടോ സംസാരിച്ച് അങ്ങനെ പോകേണ്ടവരല്ലൊരു ഞങ്ങളെ കേൾക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ദൗത്യ നിർവഹണവുമായി ഈ മഹത്തായ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു വോട്ട് ഫാഷിസത്തിൻ്റെ പെട്ടിയിൽ വീഴുന്നില്ലെന്നു മാത്രമല്ല, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട രൂക്ഷമായ ചർച്ചകൾ നടന്ന് അടുത്ത ദിവസം പഞ്ചായത്ത് ഇലക്ഷനോ പാർലമെൻറ്റ് ഇലക്ഷനോ ആണെങ്കിലും 2 പക്ഷത്തും ഇരുന്ന് ചർച്ച ചെയ്ത ആളുകൾ കൃത്യം ഏതൊക്കെ പെട്ടിയിലാണ് കൊണ്ടുപോയിടുക എന്നുള്ളത് കറക്റ്റാണ്. എന്നാലോ കൃത്യമായി സ്ഥാനാർത്ഥികളെയും പാർട്ടികളെയും നിർമ്മിച്ച് മത്സരത്തിന് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ഫാഷിസത്തിനെതിരെ വീഴേണ്ടതൊക്കെ പല പെട്ടിയിൽ വീഴ്ത്തി ഫാഷിസത്തിന് കടന്നു വരാൻ വഴിയൊരുക്കുന്നവർ ഞങ്ങളല്ല എന്ന് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന്, കേരളത്തിൻ്റെ പുറത്തുള്ള സാഹചര്യങ്ങളിൽ നിന്ന്. ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടേ പറഞ്ഞു വരുന്ന ചില കമൻറ്റുകൾ അങ്ങനെ പറഞ്ഞു പോവാണ്. മദ്രസാ പ്രായം മുതൽ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തത് അങ്ങനെ തന്നെ കേട്ടു പോവാണ്. ഞാൻ പറയാം, ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ അന്ന് ഞാനൊരു ഖുത്ബ പറഞ്ഞു. ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ അന്ന് പറഞ്ഞ ഖുത്ബൻ്റെ ചുരുക്കത്ര മാത്രമായിരുന്നു. നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം എന്തെല്ലാം ഡിസോർഡറുകൾ കണ്ട ഒരു കുഴപ്പം ആ മനുഷ്യനില്ല, ഭയങ്കര ഓക്കെയാണ്. പക്ഷേ അയാൾ 1000 സംഘർഷങ്ങളെയും അസ്വസ്ഥതകളെയും നെഞ്ചേറ്റ് ജീവിക്കുകയാണ്. ആ ഖുത്ബ പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ തീരുമാനിച്ചു അങ്ങനത്തെ ഒരു വിഷയം ഞാൻ പറയില്ല എന്ന്. എൻ്റെ കാര്യം എന്താ അറിയോ, ചില മുന്നിലിരിക്കണ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരുടെ മുന്നിൽ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞ് നിർത്തിയപ്പോഴേക്ക് ഓരോരുത്തരും ഇങ്ങനെ വിളിക്കുകയാണ് നമ്മളെ. നമുക്ക് അതിൻ്റെയൊക്കെ എന്തോ പരിഹാരങ്ങൾ അവരോട് പറയാനുണ്ട് എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. നമ്മളെ വിളിച്ചാൽ അതിൻ്റെയൊക്കെ ഉത്തരം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കവരെ ആശ്വസിപ്പിക്കാനും കരുത്തു പകരാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ പറ്റും. പലതും നല്ല മെഡിക്കേഷനൊക്കെ ആവശ്യമുള്ളതായിരിക്കും. അപ്പോൾ ഒരു കാരണവരനോട് പറഞ്ഞാൽ എന്താ അറിയോ, മൗലവി ഞാൻ 22 കൊല്ലം പ്രവാസിയായിരുന്നു. പ്രവാസമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താണ്. കാരണം ഒരു 4-5 ആൾ കൂടുതലുള്ളൊരു സ്ഥലത്തേക്ക് നിൽക്കാൻ കഴിയൂല. മനഃശാസ്ത്രത്തിൽ ഈ ഡിസോർഡറിന് കൃത്യമായ പേരുണ്ട്. ഒരു ബസ് കയറിയാൽ ഒരു 4-5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നിടക്ക് പല സ്ഥലത്ത് അയാൾ ഇറങ്ങും. നമ്മൾ പഠിച്ചവൻ എത്ര സ്തുതിക്കണം സഹോദരന്മാരെ. അങ്ങനത്തെ എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ടോ? എത്രയോ ആളുകളുണ്ട് വളരെ സമ്പന്നരായിരിക്കും, അവർക്ക് ഫ്ലൈറ്റ് കയറാൻ പേടിയായിരിക്കും. ഫ്ലൈറ്റ് കയറാൻ പേടിയുള്ളതുകൊണ്ട് മാത്രം ഹജ്ജിനും ഉംറക്കും പോകാതെ പലരെയും ഇങ്ങനെ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പം അയാളെ പറ്റി അടക്കം പറച്ചിൽ, അയാളിങ്ങനെ ഹജ്ജിനും ഉംറക്കൊക്കെ ഓരോരുത്തർക്ക് പൈസ കൊടുക്കും. അയാൾ ഇന്നേ വരെ പോയിട്ടില്ല. അയാൾക്ക് എന്താ കുറവ്? അങ്ങനെയാണല്ലോ നമ്മളെ ഒരു ശൈലി. അയാൾ പള്ളി കമ്മിറ്റിയിലും കൂടി ഉണ്ടെങ്കിൽ അയാൾ വെറുതെ വിടൂല. അപ്പോൾ ഈ അടക്കം പറച്ചിലുകൾ എത്തിയപ്പോൾ എനിക്ക് അയാളെ വളരെ ചെറിയൊരു സ്പേസ് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, നിങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ കുറേ കുടുംബത്തിലും ബന്ധത്തിലൊക്കെ ഉള്ള ആളുകളാക്കിയല്ലോ, അപ്പോൾ ഞങ്ങളിങ്ങനെ ചായ കുടിക്കണം. അയാൾ കണ്ണിന് നിറഞ്ഞു. അല്ലെ നിങ്ങൾക്ക് അറിയോ, പേടിച്ചിട്ടാണ് ഞാൻ പോകാത്തത്. എനിക്ക് ആലോചിക്കണത് പേടിയാണ്. ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, രാത്രിയായാൽ ഇവർ ഓരോരോ ആദികളാണ് ഇവർക്ക്. എന്താ, രാത്രിയായാൽ ഇവർ ആദ്യം മുന്നിലെ വാതിൽ അടച്ചണമെന്ന് പോയി നോക്കും, എന്നിട്ട് അവിടെ വന്നിരിക്കും. ഇയാളിങ്ങനെ ഉറക്കത്തിലേക്ക് വീഴാനിരിക്കുമ്പോൾ അവരിങ്ങനെ എണീറ്റ് പോകണമാണ്. അടുക്കള വാതിലിൻ്റെ അവിടെ പോകും. പിന്നെ ഈ സ്ത്രീക്ക് ഇങ്ങനെ ഇടങ്ങാറാവും. മക്കൾ ഉറങ്ങണ റൂമിൽ പോകും. കല്യാണം കഴിച്ച മോൻ്റെ വാതിൽക്കലടക്കം മുട്ടിയിട്ട് വിളിച്ച് വെട്ടിയിട്ട് മന കുട്ടിക്ക് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ്, എന്ത് മോനെന്തോ പറ്റിയോ, എന്തുകൊണ്ട് എന്തൊരു ശബ്ദം കേട്ടോ. ഓരോരുത്തരും ഓരോ മരണങ്ങളും വാർത്തകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അപ്പോൾ 2-3 വട്ടം ഒരു ദിവസം വിളിക്കുമ്പോൾ വാതിൽ തുറക്കൂല. ചിലപ്പം വാതിൽ തുറന്നിട്ട് വരുമ്പോൾ പോയി കടന്നോളി,
നീണ്ട മാസങ്ങളും വർഷങ്ങളും ഇത് അനുഭവിക്കേണ്ടി വരുന്നവരുടെ അവസ്ഥ എന്താണ്? അയാളിങ്ങനെ പറഞ്ഞപ്പോണ്ടല്ലോ, ഭൂമിയിലെ ഏറ്റവും ത്യാഗിയായ ഭർത്താവ് അയാളാണെന്ന് തോന്നി എനിക്ക്. അയാൾ രാത്രി 2 മണിക്ക് മൗലവി കാറ്റും മഴയും ഉണ്ടാകുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ റബ്ബർ തോട്ടത്തിൽ കൊണ്ടിട്ട് കാണിച്ചു കൊടുക്കടി, ഒരു കുഴപ്പമില്ല റബ്ബറിനൊന്നും, ഉറങ്ങിക്കോ. അപ്പോൾ അടുത്ത പ്രശ്നം പറയും. ഞാൻ പറയണത് ഇത് ഒരു തരം ഭയമാണ്, ഒരു തരം അസ്വസ്ഥതയാണ്, ഒരു തരം ബുദ്ധിമുട്ടാണ്. ഇവർക്ക് പരിഹാരം വേണ്ടേ? ഇവർക്ക് പരിഹാരം വേണ്ടേ? ഇനി വേറൊന്നുണ്ട്. എന്താ? മുന്നിലൂടെ ഒരു കറുത്ത പൂച്ച വാഞ്ഞാൽ അതോടുകൂടെ അന്നത്തെ എല്ലാ പരിപാടിയും നിർത്തി. ആ സ്ത്രീ തൻ്റെ ജനിച്ച് കേവലം മാസങ്ങൾ മാത്രമായ കുഞ്ഞിനെ വീടിൻ്റെ മുകളിലെ വാട്ടർ ടാങ്കിലിട്ട് കൊന്നത് എന്തിനാണെന്നറിയോ? ഒരു ജ്യോത്സ്യൻ പറഞ്ഞെടുത്തു, ഈ കുട്ടി വളർന്നാൽ വീട്ടിലുള്ള പലരും മരിക്കും, അതുകൊണ്ട് ഈ കുട്ടിയെ ഇല്ലാതാക്കലാണ് നല്ലത്. വീട്ടിലെ വാട്ടർ ടാങ്കിൽ തൻ്റെ കുട്ടി വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി മരിക്കുമ്പോൾ കൈകൾ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചേങ്ങളടിച്ച് കരയുന്ന ആ പാവം സ്ത്രീയുടെ മനോഗത എന്തായിരിക്കും? ഞാൻ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നായിരിക്കും, അല്ലേ? ഞാൻ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നായിരിക്കും. ഇതൊരു തരം ഭയമല്ലേ? ഇനി അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഭയമുണ്ട്. എന്താണ് ആ ഭയം? മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ നെഗറ്റീവാണ്. നിങ്ങളുടെ പാൻക്രിയാസിൽ ക്യാൻസറുണ്ട്, OG ജംഗ്ഷനിൽ ക്യാൻസറുണ്ട്, നിങ്ങൾക്ക് ലുക്കീമിയാണ്, നിങ്ങളുടെ തലച്ചോറിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്, ട്യൂമർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നതോടുകൂടെ ചുറ്റുമുള്ള എല്ലാ പളപളപ്പുകളും എല്ലാ ആഘോഷങ്ങളും അവസാനിച്ച് അയാളെങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഇവർക്കൊക്കെ നിർഭയത്വവും ആശ്വാസവും വേണ്ടേ? തൗഹീദ് എങ്ങനെയാണ് ആ നിർഭയത്വം ആശ്വാസവും ആകുക? അതാണ് ഇവിടെ വിശദീകരിച്ചത്. അതാണ് ഇനിയും പറയാനുള്ളത്. അത് സമർത്ഥിക്കാനും പറയാനും അറിയും ഞങ്ങൾക്ക്. ബി തൗഫീഖില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശക്തമായി സമൂഹത്തെ പഠിപ്പിക്കാനുള്ള തൗഫീഖും ഇൽമും കരുത്തുമൊക്കെ ഈ കൂട്ടായ്മക്കും ഈ കൂട്ടായ്മയിലെ വ്യക്തിത്വങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റ കേസ് പറയാം കേട്ടോ. ഈ മനുഷ്യൻ എന്നെ വിളിച്ചപ്പോൾ അയാൾക്ക് കൊടുക്കാൻ എൻ്റെ അടുത്ത് ഉത്തരമൊന്നുമില്ല. ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു പടച്ചവനോട്. അയാൾ അനുഭവിക്കണ സംഘർഷം, അപ്പോൾ എൻ്റെ ഖുത്ബ കേട്ടിട്ട് എൻ്റെ അടുത്തുനിന്ന് എന്തോ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി ആണല്ലോ അയാൾ എന്നെ വിളിച്ചത്. അസ്റസല കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഞാൻ പള്ളിയിൽ നിന്ന്. ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു പടച്ചവനോട്. വോയിസ് ടാപ്പ് ചെയ്ത്, അപ്പോൾ ഒന്നും എനിക്ക് ഉത്തരമല്ല. വോയിസ് ടാപ്പ് ചെയ്ത് ഞാൻ മുപ്പരോട് ഇങ്ങനെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ സംസാരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മെഡിസിനൊക്കെ എടുക്കണില്ലേ? ഇത് ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ട ഒരു കാര്യമാണ്. ചികിത്സ തേടണം. പിന്നെ നിങ്ങൾ വൈഫിനോട് പറയണം കേട്ടോ. പിന്നെ നിങ്ങൾ വൈഫിനോട് പറയണം. എന്താ പറയേണ്ടതെന്നറിയോ? ഒരു പ്രാർത്ഥന ഉണ്ട്, ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനൻ്റെ പ്രത്യേകത, ആ പ്രാർത്ഥന രാവിലെ ചൊല്ലിയ ഒരു വ്യക്തി വൈകുന്നേരം വരെ അള്ളാഹുവിന് സുരക്ഷിതത്വം കൊടുക്കും. വൈകുന്നേരം ചൊല്ലിയ വ്യക്തിക്ക് രാവിലെ വരെ സുരക്ഷിതത്വം കൊടുക്കും. അപ്പോൾ ആ ദിക്ർ ചൊല്ലി കിടന്നാൽ മതി. അവരെ എണീക്കുമ്പോഴൊക്കെ അവരെ പിടിച്ചു കിടത്തുക. എടി ജാ ദിക്ർ ചൊല്ലിയിട്ടില്ലേ? നമ്മളെ നബി പറഞ്ഞതിൻ്റെ അപ്പുറം എന്ത് ബേജാറാ എനിക്കുള്ളത്. ദിക്ർ ഞാൻ പറഞ്ഞു കൊടുത്തു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ ആകാശത്തോ ഭൂമിയിലോ ഉള്ള ഒന്നും ബാധിക്കുകയില്ല. അത് ഉള്ളിൻ്റെ ഉള്ളിൽ കരുത്തുറ്റൊരു വിശ്വാസമായി നിലനിർത്തുന്ന ഒരു വ്യക്തി സുരക്ഷിതത്വത്തിനു വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ച് അയാൾ സുരക്ഷിതമായി പോയാൽ ഒന്നും സംഭവിക്കില്ല അയാൾക്ക്. ഒന്നും സംഭവിക്കില്ല അയാൾക്ക്. എനിക്കൊന്നും സംഭവിക്കില്ല എന്നേക്ക് 100% ബോധ്യം വേണം. ദിക്റൊക്കെ ചൊല്ലിയിട്ട് 10 സ്പീഡ് പോകേണ്ട റോട്ടിൽ കൂടെ 100 സ്പീഡ് പോയി ആക്സിഡൻ്റ് ആയിട്ട് എനിക്ക് അപകടം പറ്റിയെന്ന് പറയാനല്ല. സേഫ്റ്റി മെഷേഴ്സ് കംപ്ലീറ്റ് എടുത്ത് അയാളുടെ ജീവിതം സുരക്ഷിതമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ. അപ്പോൾ ഈ ദിക്ർ പഠിപ്പിക്കണേ ഉസ്താദ്, ഈ ദിക്ർ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൈഡ് ഇങ്ങനെ പാരലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്ട്രോക്ക് വന്നിട്ട് ഇങ്ങനെ കയ്യു തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ശിഷ്യൻ്റെ കണ്ണ് ഈ ഉസ്താദിൻ്റെ ഈ പാരലൈസ് ചെയ്ത ശരീരത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഉസ്താദിനെ മനസ്സിലായി ശിഷ്യൻ്റെ നോട്ടത്തിൽ നിന്ന്, ഇത് ഉദ്ധരിച്ച ആളുകൾ കള്ളത്തരം പറഞ്ഞല്ല, ഇത് ഉദ്ധരിച്ച ആളുകൾ കളവൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ദിക്ർ ചൊല്ലാത്തൊരു ദിവസം എനിക്ക് സ്ട്രോക്ക് വന്ന ആ ദിവസം, എനിക്ക് ഈ ദിക്ർ ഞാൻ ചൊല്ലാത്ത ദിവസമാണ് എനിക്ക് സ്ട്രോക്ക് വന്ന ദിവസം. അപ്പോൾ ഈ ദിക്ർ നമ്മളെല്ലാവരും പഠിക്കുക. ജമീൽ ആപ്പ് എടുക്കുക,
അതിൽ അദ്കാർവിൻ്റെ എടുക്കുക, ചൊല്ല്, എന്നും ചൊല്ല്, രാവിലെയും വൈകുന്നേരമൊക്കെ ചൊല്ല, 3 തവണ ചൊല്ലാനുള്ള ദിക്റാണ്. അപ്പം ഞാൻ ഇത് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്. പിന്നെ ഞാൻ പറഞ്ഞു, ആയത്തുൽ കുർസി ഓതി ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു ഒരു ഹാഫിളിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്, ഒരു സംരക്ഷകനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആയത്തുൽ കുർസി ഓതുന്ന, അത് ഓതി ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു ഒരു സംരക്ഷകനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്, റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ട്. അപ്പം നിങ്ങൾ വൈഫിനോട് പറയാം, ആയത്തുൽ കുർസി നേരെ ഓതിപ്പിക്കുക, ഇരുത്തി ഓതിപ്പിച്ചിട്ട്, എടി ഇങ്ങനെയല്ലേ പിന്നെ എന്തിനാ വേറെ പിടിച്ച് കിടത്തുക, അവിടെ കുറച്ച് കാലം നിങ്ങൾ വളരെ എഫേർട്ട് എടുത്ത് പിടിച്ച് കിടത്തുക കേട്ടോ. പിന്നെ ഒരു ദിക്റും കൂടി അവർക്ക് പറഞ്ഞെടുത്തു. ദിക്ർ ഇതായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. അല്ലാഹുവേ, എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ എന്നിൽ നിന്ന് നീ എടുത്തു നീക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വതഹവ്വുലി ആഫിയതിക്, എൻ്റെ ആരോഗ്യം പോയി എനിക്ക് രോഗം വരുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഫുജഅതി നിഖമതിക്, നിന്റെ ദുരന്തങ്ങൾ പൊടുന്നനെ എന്നിൽ സംഭവിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ജമീഇ സഖ്തിക്, നിന്റെ എല്ലാത്തരം കോപങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ദിക്റും ചൊല്ല. അപ്പം അവർ ഏലസും ഐക്കല്ലും ഉറുക്കും ജാറവും പരിപാടിയൊന്നുള്ള ആളുകളല്ല. അപ്പോൾ ആ സ്ത്രീനോട് അത് പറഞ്ഞു. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ വോയിസ് ചിലപ്പോൾ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ടാവും. അദ്ദേഹം എനിക്ക് അയച്ച വോയിസ് എന്താ പറയുക, ഈ ജീവിതത്തിൽ കുറേ കാലത്തിൻ്റെ ശേഷം എൻ്റെ ഭാര്യ സ്വസ്ഥമായിട്ട് കൂർക്കം വലിച്ചുറങ്ങണത് ഞാൻ കണ്ടു. ഭയങ്കര സന്തോഷമുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പറയുന്നത് തൗഹീദ് നിർഭയത്വമാണ്. അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചൊരു വ്യക്തി, ആ ഏൽപ്പിക്കലിനൊരു രീതി ഉണ്ട്. ആ രീതിയിലുണ്ട് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ ഒരു ജാറവും വേണ്ട, ഒരു മഖാമും വേണ്ട, ഒരു പുണ്യാത്മാവും വേണ്ട, ഒരു പുണ്യപുരുഷനും വേണ്ട, ഒന്നും വേണ്ട. ഏത് ഫാഷിസം തടവറ ഒരുക്കുന്നുണ്ടെന്ന് കേട്ടാലും മതത്തിന്റെ നിയമങ്ങളും മതത്തിന്റെ തത്വങ്ങളും അടിച്ചു വെച്ചിട്ട് അങ്ങനെ ഫാസിസത്തിന് കുനിഞ്ഞു നിന്ന് കൊടുക്കാൻ ഞാനില്ലെന്ന് പറയും. ഏതു മഹാമാരിക്കു മുന്നിലും വലിയ അപകടങ്ങൾക്ക് മുന്നിലും ഉറച്ച മനസ്സോടെ അല്ലാ എന്നല്ലാതെ ഒന്നും പറയാനുണ്ടാവില്ല. തൻ്റെ ജീവിതത്തിൽ നിന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 4-5 ആളുകൾ അവര് ഒരു ഇന്നോവ വാനിന്റെ ഉള്ളിൽ അവരിങ്ങനെ മരണത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ പിടയുകയാണെന്നറിയുമ്പോഴും ആക്സിഡന്റ് വീഡിയോ അയാളിങ്ങനെ ലൈവായി കാണുമ്പോഴും ചാനലുകൾ ഷൂട്ട് ചെയ്യുമ്പോഴും ആ ഇടം തേടി ഫ്ലൈറ്റ് യാത്രയിൽ ഇങ്ങനെ എയർപോർട്ടിൽ കാത്തിരിക്കുമ്പോഴും പടച്ചോനെ എന്തിനെന്നോട് ചെയ്തു എന്ന് അയാൾ ചോദിക്കില്ല. കാരണം എന്താ അറിയോ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിൽ ഒരു കാര്യവും സംഭവിക്കണില്ല, നിന്നിലും ഒരു കാര്യവും സംഭവിക്കണില്ല, ഒക്കെ പടച്ചോ നേരത്തെ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയൊരു വ്യക്തിക്ക് അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അയാൾക്കൊരു പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടാകൂല. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, ഈ പടച്ചോനെ മനുഷ്യന്മാർ പഠിക്കൂല, ഈ പടച്ചോനെ മനുഷ്യന്മാർ അറിയില്ല. ഈ പടച്ചവനെ അറിയേണ്ട വിധം അറിയുന്നൊരു വ്യക്തി ആ അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിയാന്ന് പറഞ്ഞാൽ എന്താ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രവാചകൻ ഇങ്ങനെ ഇരിക്കുക, രണ്ടാളും തമ്മിൽ സംസാരിക്കുകയാണ്. വിശാലമായ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സുപ്രീം കോർട്ടിലെ ജഡ്ജി, സർവ്വസൈന്യാധിപൻ, അവിടുത്തെ മുഴുവൻ മനുഷ്യരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പറയുന്ന കൗൺസിലർ, ഈ പറയുന്ന രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രക്രിയക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി, അവിടുത്തെ സമാധാന കാര്യങ്ങളുടെ ചുമതലയുള്ള വ്യക്തി, ഒരുപാട് ആംഗിളിൽ നിന്ന് 1000 ചുമതലയുള്ള ജീവിതത്തിന് വേഗത പകരാവുന്ന ഒന്നും കൂടെയില്ലാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ. മെയിലില്ല, യാത്രാവാഹനങ്ങൾ വേഗതയാർന്ന എഞ്ചിൻ ഘടിപ്പിച്ച യാത്രാവാഹനങ്ങളില്ല, അല്ലെങ്കിൽ വാട്സാപ്പില്ല, ഫേസ്ബുക്കിലൊന്നുമില്ല. പക്ഷേ സ്വന്തം ഭാര്യയുടെ കൂടെ ഇരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുകയാണ്. അപ്പോൾ രണ്ടാളും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങോട്ട് കയറി വരിക. അവരുടെ വരവിന്റെ ഉദ്ദേശം മനസ്സിലായി. കഴിക്കാൻ ഭക്ഷണം വേണം, മുന്നിൽ പൈലറ്റ് വാഹനങ്ങളും പിന്നിൽ സെക്യൂരിറ്റി ഫോഴ്സും ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകളുടെ അകമ്പടിയില്ലാതെ, സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മുന്നിലേക്ക് ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ആവശ്യമില്ലാതെ അത്ര നിർഭയനായി കയറി ചെന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭരണാധികാരിയുടെ വീട്ടിൽ ആകെ കൊടുക്കാനുണ്ടായിരുന്നത് ഒരു ചുള കാരക്കയാണ്. ആ കാരക്ക എടുത്തു കൊടുത്തു.
കണ്ണു നിറച്ച് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് ആയിഷ ബീവിയോട്, തൻ്റെ കുഞ്ഞിനെ അവർ വഴിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കും, അവർക്ക് ആ കുഞ്ഞിനെ നോക്കാൻ കഴിയാത്തതുകൊണ്ട് വഴിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കുന്ന ആയിഷ നീ വിചാരിക്കുന്നുണ്ടോ? ഇല്ല എന്നറിയുമ്പോൾ അവിടെ നമ്മളെ വിഷയത്തിൻ്റെ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ആ ഉമ്മാക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും വലിയ സ്നേഹം അടിമക്ക് അള്ളാഹുവോടുണ്ട്. ആ ഫീലിംഗ് നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സഹോദരന്മാരെ? നമ്മളെ ഉമ്മ രോഗിയായിട്ട് ഇങ്ങനെ വെയ്യാതെ കിടന്നിങ്ങനെ കുരക്കുമ്പോൾ നമ്മളെ നെഞ്ചിങ്ങനെ പൊട്ടും അല്ലേ? നമ്മളെ നെഞ്ചിങ്ങനെ പൊട്ടും. ഞാൻ ഇന്നലെ കോട്ടകലായിരുന്നു. അപ്പോൾ നമ്മളെ അവിടെ ഒരു കിഡ്നി ഒക്കെ ഒന്നിലധികം തവണ മാറ്റിവെച്ച നമ്മുടെ ഒരു ജ്യേഷ്ഠ സുഹൃത്തുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര പേഴ്സണലായ ഭയങ്കര ഒരു ബന്ധമുണ്ട് വേറൊരു നിലക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ കണ്ടപ്പോൾ പറഞ്ഞു, ഉമ്മയാണ് നിങ്ങൾ ആളിട്ട് ഓർമ്മയാണ്. അപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ ഉമ്മാനോട് പറയും, ഞാൻ മരിച്ചിട്ട് മരിച്ചാൽ മതി നിങ്ങൾ. ഞാനിങ്ങനെ നടക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ ദ്വാ കൊണ്ടാണെന്നാണ്. അപ്പോൾ ഉമ്മ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകും. ആ ഉമ്മയുടെ സ്നേഹത്തെക്കാളും വലിയ സ്നേഹമാണ് പടച്ചോൻ്റെ സ്നേഹം. അത് ഫീൽ ചെയ്തൊരു വ്യക്തി നേരെ പടച്ചോനോടേ പറയുള്ളൂ. എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുണ്ട്, അങ്ങോട്ടല്ലേ മണ്ടി ചെല്ലുള്ളൂ. എന്താ വിഷയം? സമുദായത്തിന് ഇതറിയില്ല. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത്. എന്തറിയോ? അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത് എന്താ? അവരല്ലാഹുവിനെ അവരല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയ ആൾക്ക് ആരെങ്കിലും അള്ളാഹുവിനെ തവക്കുലാക്കിയാൽ തവക്കുലാക്കിയവന് അള്ളാഹു മാത്രം മതി, വേറെ ആരും വേണ്ടിവരില്ല, വേറെ ആരും വേണ്ടിവരില്ല. കാഴ്ച പരിമിതനായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന് 30-ാമത്തെ വയസ്സിൽ കാഴ്ച പോയതാ. 30-ാമത്തെ വയസ്സിൽ പെട്ടെന്നൊരു ദിവസം കാഴ്ച പോയി. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് പെട്ടെന്ന് പോയതല്ലേ, നിങ്ങൾ അതേ അസുഖം നമ്മളെ മക്കൾക്ക് ഉണ്ടെങ്കിലോ? അത് ശരിയാണല്ലോ. കോംട്രസ്റ്റിൽ പോയിട്ട് പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളതേ രോഗം ഈ കുട്ടികൾക്കുണ്ട്. ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്ത്? നിങ്ങളെ കാഴ്ച പോയി, ഉപജീവനമൊക്കെ മുടങ്ങി, നല്ല ബിസിനസ്സും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പൂട്ടി ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തരുന്ന കാര്യങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇനി ഈ മക്കളിലാണ്, വളർന്നു വരുന്ന ഈ മക്കളിലാണ് പ്രതീക്ഷ. ആ മക്കളെയാണ് പടച്ചോൻ പരീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ മുമ്പ് എനിക്ക് പറഞ്ഞ ആയത്താണ് എന്താ അറിയോ? ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ തവക്കുലാക്കിയവന് അള്ളാഹു മാത്രം മതി. അതുകൊണ്ടാണ് സ്വന്തം വാപ്പിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടിയും സംഘടിപ്പിച്ചുണ്ടാക്കിയ തീക്കുണ്ടാരത്തിലേക്ക് നടന്നു പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലം ചിരിച്ചുകൊണ്ട് പോയത്. അദ്ദേഹം ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടും മുമ്പും പിന്നെയും ശേഷമൊക്കെ പറഞ്ഞ വാക്കാണെന്ത്? ഹസ്ബി അല്ലാഹു വ നിഅ്മൽ വക്കീൽ, എനിക്കെൻ്റെ റബ്ബ് മതി, വേറെ ആരും എനിക്ക് വേണ്ട. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനോഹരമായി കാലിഗ്രാഫിയിൽ എഴുതിയിട്ട് കെട്ടിത്തൂക്കിയിടാനുള്ള സാധനമാണ്. അത് അങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാനുള്ള സാധനമാണ്. നമ്മളത് എത്രത്തോളം ഉപയോഗിക്കാറുണ്ട് ആ വാക്ക്? നമ്മൾ എത്രത്തോളം ആ വാക്ക് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് സഹോദരന്മാരെ? എപ്പോഴാണെന്നറിയോ? എപ്പോഴാണ് നമുക്ക് ഒരു വ്യക്തിൻ്റെ അടുത്തേക്ക് നമ്മൾ മണ്ടിച്ചല്ല? എപ്പോഴാ ആചാരേ എന്ന് വിളിച്ച് മണ്ടിച്ചല്ല? എപ്പോഴാ? മൂപ്പരെടുത്ത് പൈസ ഉണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ അല്ലേ? മൂപ്പർക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുമ്പോൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിനെ മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ വിശേഷണങ്ങളിലൂടെ അവനെ മനസ്സിലാക്കണം. അവൻ്റെ വിശേഷണങ്ങളിലൂടെ അവനെ മനസ്സിലാക്കിയാലുള്ള സുഖം എന്താ? അവൻ്റെ വിശേഷണങ്ങളിലൂടെ അവനെ മനസ്സിലാക്കിയ പടച്ചോൻ്റെ ശരിക്കുള്ള ശക്തി എന്താണ്, കഴിവെന്താണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക, ഒരു അസറുസല കഴിഞ്ഞിട്ട്. അസറുസല കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വാസത്ത് എന്ന് പറയുന്ന പ്രദേശത്തെ, തിരൂരങ്ങാടി എന്ന് പറയുന്ന പോലെ ഒരു നാടിൻ്റെ പേരാണ് വാസത്ത്. വാസത്ത് എന്ന് പറയുന്ന പ്രദേശത്തെ ഖാളി അങ്ങോട്ട് വന്നു, ജഡ്ജി വന്നു. ജഡ്ജി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലെ വിശ്വാസങ്ങളൊക്കെ ആകെ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്, അതിൽ ക്ലാരിറ്റി കിട്ടുന്ന ഒരു ഗ്രന്ഥം ഞങ്ങൾക്ക് എഴുതി തരണം. അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ ചുമരിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് അസറുസല കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ എഴുത്തു തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഈമാൻ ബിമാ വസഫ ബിഹി നഫ്സു വബിമാ വസഫ ബിഹി റസൂലു മിൻ ഗൈരി തഹരീഫിൻ വലാ തഅതീൽ വമിൻ ഗൈരി തകീഫിൻ വലാ തംസീൽ. അങ്ങനെ ശൈഖിൻ്റെ എഴുതി. 10-ലധികം ഷറഹുകൾ ഈ ഒരൊറ്റ കുഞ്ഞു ഗ്രന്ഥത്തിനുണ്ട്. മഗ്രിബായപ്പോഴേക്ക് എഴുത്ത് കഴിഞ്ഞു. മടക്കിയിട്ട് ഈ ശൈഖിൻ്റെ അടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ടൈറ്റിൽ ഇട്ടു, അഖീദത്തുൽ വാസിത്തിയ്യ. വാസിത്ത് എന്ന നാട്ടിൽ നിന്ന് വന്ന ആൾക്കുള്ള അഖീദ എന്ന് മാത്രമല്ല ഇതിൻ്റെ അർത്ഥം. അഹ്ലുസുന്നൻ്റെ അഖീദ വസ്താണ്, മധ്യമമാണ്.
നിങ്ങൾ ഉത്തമ സമൂഹമാണ്, നിങ്ങൾ മധ്യമ സമൂഹമാണെന്നുള്ള ഖുർആനിൻ്റെ ആ ഒരു ഇതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സഹോദരന്മാരെ, നമ്മളെപ്പോഴും നമ്മളെ തൗഹീദിന് കരുത്ത് കിട്ടണമെങ്കിൽ നമ്മളെ ഉള്ളിൽ ഔലിയാക്കളും ബീവിമാരും ശൈഖന്മാരും ജാറങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക കന്നിമൂലയും കറുത്ത പൂച്ചയും ഏതെങ്കിലും പക്ഷിയുടെ ശബ്ദവുമൊന്നും വേട്ടയാടുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എനിക്കെന്റെ റബ്ബ് മതി, ഹസ്ബിയല്ലാഹു വനിഅ്മൽ വകീൽ. ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, ചോദിക്കാൻ, പ്രതീക്ഷിക്കാൻ എനിക്കെന്റെ റബ്ബ് മതി. എനിക്കൊരു ജിന്നും വേണ്ട, ഒരു ശൈത്താനും വേണ്ട, ഒരു ജാറവും വേണ്ട, ഒരു പുണ്യാത്മാവും വേണ്ട, ഒരു പുണ്യപുരുഷനും വേണ്ട, ഒരു ആൾത്താരയും വേണ്ട, ഒരാൾ ദൈവവും വേണ്ട എന്ന് പറയണമെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ വെറുതെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ എത്ര വട്ടം അള്ളാഹു അക്ബർ എന്ന് കേട്ടിട്ടുണ്ട്? അതിൻ്റെ അർത്ഥം നമുക്കറിയും അല്ലേ? അർത്ഥം അറിയാത്ത ആരും മിക്കവാറും ഉണ്ടാവില്ല. അർത്ഥം അറിയാത്തവനും കൂടി ഉണ്ടെങ്കിൽ അവൻ്റെ കഥ എടുക്കല്ല. ആ അള്ളാഹു അക്ബറിൻ്റെ അർത്ഥം പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളോട് ചോദിക്കണം, നിങ്ങളെ പള്ളിക്കെന്ന് ഇങ്ങനെ കൃത്യമായി അള്ളാഹു അക്ബർ എന്ന് ഇങ്ങനെ കേൾക്കലുണ്ടല്ലോ, എന്താ അതിൻ്റെ അർത്ഥം എന്നൊരാളെ നമ്മളെടുത്ത് വന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയണ്ടാകുക? അള്ളാഹു വലിയവനാണ്, ഭയങ്കര സംഭവമാണ് അല്ലേ? അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ നമ്മൾ പറയാ? അള്ളാഹുവിൻ്റെ അറിവ്, അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ സർവം അത് സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ, ഒരു സൃഷ്ടിയോടും സാമ്യതയില്ലാത്ത, ഒരു നിലക്കും സാമ്യത പറയാൻ കഴിയാത്ത അത്ര വ്യത്യസ്തമായ ഒന്നാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹിനെ പോലെ ഒന്നുമില്ല, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അതുകൊണ്ട് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി ഒരു ശക്തി മാത്രമേ ഉള്ളൂ, അത് റബ്ബാണെന്ന് നീ മനസ്സിലാക്കണം. അത്ര കൃത്യമായിട്ട് ഖുർആൻ പറയാണ്. നിങ്ങൾ നോക്ക്, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളിൽ തന്നെ കുറേ ദൃഷ്ടാന്തങ്ങളുണ്ട് മനുഷ്യന്മാരെ, നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് അല്ലേ? ഇപ്പം നമ്മൾ വെറുതെ എടുത്താൽ നമ്മളെ മൂത്രമൊഴിക്കണ കാഷ്ടം പുറത്തു പോണ സിസ്റ്റം മാത്രം എടുത്തു നോക്കിയാൽ നമ്മൾ പഠിച്ചവനോട് എത്ര വട്ടം അൽഹംദുലില്ലാ പറയേണ്ടി വരും? ഈ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ പറയണ അൽഹംദുലില്ലയും നിസ്കാരത്തിൽ പറയണ അല്ലാഹു അക്ബറിൻ്റെ അർത്ഥം അപ്പോൾ മനസ്സിലാവും. വൻകുടലിന് ക്യാൻസർ ബാധിച്ച എന്താ ചെയ്യുക? വൻകുടലാണ് മുറിച്ചു മാറ്റും. പിന്നെ എന്താ കാട്ടുക? പിന്നെ ഒരു ബാഗ് ഇട്ടുതരും, മല മുഴുവൻ ആ ബാഗിലേക്ക് പോകും. പിന്നെ നമുക്കൊരാൾക്കൂട്ടത്തിലേക്ക് പോകാനുള്ള ആത്മവിശ്വാസമല്ല, ഈ ബാഗ് നൽകുന്ന പരിമിതിയിലാണ് ജീവിക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് പഠിച്ചോൻ അത് പുറത്തേക്ക് പോകാൻ സിസ്റ്റം ഉണ്ടാക്കിയത്. മനുഷ്യൻ്റെ മൂത്രസഞ്ചി ഒരു ചെറിയ പാത്രമാണ്, അതിങ്ങനെ നിറഞ്ഞു വരുമ്പോൾ ഓർമ്മ വരും എന്താ മൂത്രമൊഴിക്കണമെന്ന്. 3 വയസ്സ് വരെ ആ സിസ്റ്റമല്ല, 3 വയസ്സ് വരെ അങ്ങനെ ഓർക്കാനുള്ള സിസ്റ്റമല്ല. അപ്പോൾ അവിടെ വിടും, അപ്പോൾ നമ്മൾ പാമ്പേഴ്സ് കെട്ടി കൊടുക്കും അല്ലേ? പിന്നെ വയസ്സായി വരുമ്പോഴും ഇതൊക്കെ ഡിസോർഡർ ആകും, അപ്പോഴും ഇതൊക്കെ പോകൽ തുടങ്ങും. അങ്ങനെ പടച്ച റബ്ബ് നമുക്ക് നൽകിയ ഓരോന്നിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച് നമ്മുടെ സൃഷ്ടാവായ റബ്ബ് നമുക്ക് വേണ്ടി വലിയ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയാൻ ശ്രമിക്കണം ഇത്രയേ ഉള്ളൂ, നമ്മുടെ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ശരിക്കും ഓർക്കുകയും ഈ അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് ഒക്കെ കേവലം അങ്ങനെ ചുണ്ടിലെ എണ്ണം പിടിക്കുന്ന മന്ത്രങ്ങൾക്കപ്പുറത്ത് അത് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ ആശയം പഠിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിക്കും പിന്നെ ഏലസും വേണ്ടി വരില്ല, ഐക്കല്ലും വേണ്ടി വരില്ല, ഒരാൾക്ക് ഉറൂസും ആണ്ടും നേർച്ചയും പരിപാടി ഒന്നും വേണ്ടി വരില്ല, ഒരാൾക്കും വേണ്ടി വരില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 590 കിലോമീറ്റർ ദേശീയപാതയിൽ നീർത്തിയിടാൻ പറ്റുന്ന രക്തക്കുഴൽ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിൽ പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. ഇത് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെ ആരാധിക്കേണ്ടത്? മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അത് കൊടുത്ത റബ്ബിനെ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യാ യുഹന്നാസ് വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ചവനെയും നിങ്ങളുടെ മുൻപുള്ളവരെ സൃഷ്ടിച്ചവനെയും ആണ് ആരാധിക്കേണ്ടത്. രാമന് അത് കൊടുത്തിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ അത് കൊടുത്തിട്ടുണ്ട്, യേശുക്രിസ്തുവിന് അത് കൊടുത്തിട്ടുണ്ട്, തലച്ചോറിലെ ഈ രക്തക്കുഴൽ കൊടുത്തിട്ടുണ്ട്. ആ രക്തക്കുഴൽ കൊടുത്തവനെയാണ് ആരാധിക്കേണ്ടത്. 590 കിലോമീറ്റർ ചെന്നൈ മുതൽ കോഴിക്കോട് വരെയുള്ള ദേശീയപാതയുടെ ദൂരം തലച്ചോറിൻ്റെ ഉള്ളിൽ ഈ സിസ്റ്റം കൊടുത്ത റബ്ബ് അക്ബർ തന്നെയാണ്, അല്ലാഹു അക്ബർ തന്നെയാണ്. അവനെ അൽഹംദുലില്ലാഹ് എനിക്ക് തന്നല്ലോ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് പറയണം. എന്താ സംശയം? അൽഹംദുലില്ലാഹ് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അവൻ പരിശുദ്ധൻ തന്നെയാണ്. എല്ലാറ്റിൽ നിന്നും മനുഷ്യന്മാർ പറഞ്ഞുണ്ടാക്കണേ എല്ലാറ്റിൽ നിന്നും അവൻ പരിശുദ്ധൻ തന്നെയാണ്. എന്താണ് സംശയമുള്ളത്?
മനുഷ്യൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ 2 കോടി കുഞ്ഞുപകരണങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ഉപകരണം പണിമുടക്കിയാൽ ഫീസാവും. ഓരോ മനുഷ്യൻ്റെയും കണ്ണിൻ്റെ ഉള്ളിൽ 2 കോടി ഉപകരണങ്ങൾ കൊടുത്ത് അവന് സൃഷ്ടിച്ച റബ്ബ് അവൻ വലിയവൻ തന്നെയാണ്, അവൻ അക്ബർ തന്നെയാണ്. അവനോട് തന്നെയാണ് അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത്, വേറെ ആരോടുമല്ല. മനുഷ്യൻ്റെ കണ്ണിൻ്റെ കപ്പാസിറ്റി, മെഗാ പിക്സൽ കപ്പാസിറ്റി ഉള്ള ഒരു ക്യാമറയും ലോകം ഇന്നേ വരെ പടച്ചിട്ടില്ല, ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആ ക്ലാരിറ്റി ഉള്ള ഒരു സാധനവും നമ്മളിങ്ങനെ ഐഫോണിൻ്റെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും പറയും. പക്ഷേ ആ പടച്ചോൻ ആ ഉണ്ടാക്കിയ കണ്ണിൻ്റെ കപ്പാസിറ്റിയിലേക്ക് അതൊരിക്കലും എത്തിയിട്ടില്ല. ഉണ്ടോ? നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്, തരിപ്പ് പോവും. എന്താ? അന്നനാളത്തിൻ്റെയും ശ്വാസനാളത്തിൻ്റെയും വളരെ ചെറിയൊരു ഗ്യാപ്പാ. ഒന്നിങ്ങനെയാണ് കയറിയാൽ നേരെ പോകും, പിന്നെ ഒന്നുമില്ല. ഖലാസ്. നമ്മളത് എത്ര നിസ്സാരനാണ് മനുഷ്യൻ. ഒരു ഡോക്ടറും മൂപ്പര് 2 മക്കളും ഭക്ഷണം കഴിക്കുക. ഒരു മോനോട് തരിപ്പ് പോയി, ബാക്കി 2 ഡോക്ടർമാരുടെയും മുന്നിൽ ചികിത്സ വൈകിയെന്നും കൂടി പറയാനല്ല, ശ്വാസം അങ്ങോട്ട് നിലച്ചു. മനുഷ്യ, നീ അങ്ങേയറ്റത്തെ ദുർബലനാണ്. നിന്റെ ഈ അഹന്തയും അഹങ്കാരമൊക്കെ താഴെ വെച്ചോ, എന്നിട്ട് പഠിച്ചോ റബ്ബിനെ കുറിച്ച്, അള്ളാഹിനെ കുറിച്ച് പഠിച്ചോ. അള്ളാഹിനെ കുറിച്ച് പഠിച്ചാൽ തീരാത്തത്ര വിജ്ഞാനമുണ്ടതിൽ, തീരാത്തത്ര വിജ്ഞാനം. മൊത്തം മനുഷ്യർക്കാകെ കൊടുത്തത് കടലിൽ നിന്ന് ഇങ്ങനെ ഒരു വിരലിൻ്റെ അറ്റത്ത് എടുക്കാൻ പറ്റുന്ന അത്ര വിജ്ഞാനമേ കൊടുത്തിട്ടുള്ളൂ. ആ കടലോളം വിജ്ഞാനം, കടലിനപ്പുറമുള്ള വിജ്ഞാനം ഇവിടെ ബാക്കിയിരിപ്പുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കൃത്യമായിട്ട് അറിയാന്നുള്ളതാണ് അവൻ്റെ അറിവ്, അല്ലേ? വഇൻദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. പല തവണ ഖത്തം തീർത്തിട്ടുണ്ടാവും ഇതൊക്കെ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? മുസ്ലിം സമുദായത്തിലെ നിശ്ചിത വിഭാഗങ്ങൾ, അത് തൗഹീദുള്ളവരിലും ഇല്ലാത്തവരിലും ഒക്കെ ഉണ്ട്. എന്താ? അവരെ പറ്റി ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, അവർക്ക് ഹല്ലഹു മിനൽ ഖുർആനി ഇല്ലാ മുറൂറുഹു ബിൽ ലിസാൻ. നാവുകൊണ്ടുള്ള കുറച്ച് ഇങ്ങനെ ഏർപ്പാട്, കുറച്ച് പറയലും ചൊല്ലലും ഒക്കെ മാത്രമാണ് അവർക്ക് ഖുർആനോടുള്ള ഉത്തരവാദിത്വം. കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഒരു ഗ്രന്ഥത്തെ നാം ഇറക്കിയിട്ടുണ്ട്. ആ ഗ്രന്ഥം മനുഷ്യർക്ക് വെളിച്ചമാണ്, പ്രകാശമാണ്. അത് പഠിക്കാനുള്ളതാണ്, അത് ഉറ്റാലോചിക്കാനുള്ളതാണ്. അതുപോലെ ചെയ്യൂല. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്തുനിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി ബോധിക്കും പടച്ചോനോട്. എന്താ പരാതി? യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ ജനങ്ങൾ ഈ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു പടച്ചോനെ. എന്താണ് ആ ഹജ്ർ? ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലത്തെ ആൾക്കാർ പറഞ്ഞു, തർക്കു തദബ്ബുരിഹി വതഫഹുമിഹി മിൻ ഹജ്റാനിഹി. ഖുർആനിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനവും അതിൻ്റെ ചിന്തയുമൊക്കെ, അത് മനസ്സിലാക്കൽ ഒഴിവാക്കലൊക്കെ ഈ പിന്നെ എന്താണ്, ഈ അവഗണിക്കലിൽ പെട്ടതാണ്. അപ്പൊ ഖുർആൻ അർത്ഥസഹിതം പഠിക്കുക എന്നുള്ളതാ പരിഹാരം. ഈ ആയത്തിന്റെ അർത്ഥം എന്താ? വഇൻദഹു മഫാതിഹുൽ ഗൈബി. അള്ളാഹുവിൻ്റെ അടുത്ത് അദൃശ്യജ്ഞാനങ്ങളുടെ ഖജനാവുണ്ട്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അത് അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലും ഉള്ളതൊക്കെ റബ്ബറിയും. എന്നിട്ട് പറയാ, മനുഷ്യന്മാർക്ക് ഉദാഹരണത്തിലൂടെ പഠിപ്പിക്കുക. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. മരത്തിൽ നിന്ന് ഒരു ഇല പോലും താഴെ വീഴുന്നില്ല, റബ്ബ് അതിനെക്കുറിച്ച് അറിയാതെ. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർളി. ഭൂമിയുടെ ഇരുട്ടിനുള്ളിൽ കിടക്കുന്നൊരു വിത്തിനെ കുറിച്ച് പോലും കൃത്യമായി റബ്ബിനറിയും. അത്ര കൃത്യ. ലോകത്ത് എത്ര സൃഷ്ടികളുണ്ട്? കോടാനക്കോടി സൃഷ്ടികളുണ്ട്. അതിലെ കേവലം ഒരു സൃഷ്ടിയാണ് മരം. ആ മരത്തിൽ തന്നെ എണ്ണമറ്റ ധാരാളം ഇനങ്ങളുണ്ട് മരങ്ങളിൽ. ആ മരങ്ങളിൽ ഒരു ഇനം മാത്രമാണ് മാവ്. മാവുകൾ തന്നെ പലതരം മാവുകളുണ്ട്. അതിലെ ഒരു ഇനം മാത്രമാണ് നമ്മുടെ വീട്ടിലെ മൂവാണ്ടൻ മാവ്. അത് തന്നെയും കുറേ എണ്ണമുണ്ട്. അതിലൊന്നു മാത്രമാണ് നമ്മുടെ വീട്ടുമുറ്റത്തുള്ളത്. അതിൽ തന്നെ ആയിരക്കണക്കിന് ഇലകളുണ്ട്. അതിലെ ഒരു ഇല വീണാൽ ആ ഇല വീണത് പോലും റബ്ബ് അറിയും. അങ്ങനെ അറിയണ റബ്ബിന്, ആ റബ്ബിനോടല്ലേ നമുക്ക് പറയാനുള്ളത്. ആ റബ്ബ് നമ്മളെ പ്രശ്നം അറിയോ? ഖുർആൻ സൂറത്ത് ഖാഫിന്റെ 16 പറയാ, എന്താ? വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്.
ഈ ആയത്തൊക്കെ നമ്മൾ ഓതിപ്പോണുണ്ട്, പക്ഷേ ആയത്ത് നമുക്ക് ഫീൽ ചെയ്യണില്ല അല്ലേ? വലഖദ് ഖലഖ്നൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ പടച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവൻ്റെ ഉള്ളിലെ എല്ലാ വിചാരങ്ങളും തോന്നലുകളും എനിക്കറിയാം. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ ഖണ്ഡനാടിയോളം അടുത്ത് ഞാനുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും നേരെ നാഗൂർക്കും അജ്മീർക്കും മമ്പർത്തുക്കും പുത്തമ്പള്ളിക്കും ബാഗ്ദാദുക്കും അറിയപ്പെട്ട വ്യക്തിയിലേക്കും അറിയപ്പെടാത്ത ആളിലേക്കും ഒക്കെയാണ് ഓൻ്റെ സങ്കടം പറയാ. അവരിത് കേൾക്കോ, ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും ഫലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവരത് കേൾക്കൂല, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകൂല. ഈ നിങ്ങളുടെ വിളി, ഈ നിങ്ങളുടെ തേട്ടം, അതിന് നിങ്ങൾ എന്ത് പേരിട്ടാലും, സ്വതന്ത്ര കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചതെന്നോ അല്ലാത്തതെന്നോ, പ്രാർത്ഥനയെന്നോ സഹായതേട്ടമെന്നോ എന്ത് പേരിട്ടാലും ആ ചോദിച്ച ചോദ്യമില്ലേ, അത് ശിർക്കാണ്. ആ ശിർക്കിനെ അവർ നിരാകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവകാശം റബ്ബിനുള്ളതാണ്. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസുതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. അല്ലാഹുവിനെ പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ഒരു ചുക്കും ചെയ്തു തരാൻ പറ്റൂല. നിങ്ങളിങ്ങനെ ഒരു വെള്ളപാത്രത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടി നിന്നാൽ വെള്ളം തൊണ്ടയിലേക്ക് വരാത്തതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളൊന്നും പറഞ്ഞാൽ ആരും കേൾക്കൂല. ഈ സൂറത്ത് ഖാഫിലെ 16-ാമത്തെ ആയത്തെ അതിങ്ങനെ ഖുതുബയിൽ ഓതുമ്പോൾ എൻ്റെ ഒരു സദസ്സിൽ ഉണ്ടായിരുന്ന ഒരാളെ ഞാനിങ്ങനെ നോട്ട് ശ്രദ്ധിക്കുമ്പോൾ അയാൾ, ഞാൻ ആ ആയത്ത് ഇങ്ങനെ എപ്പോതില്ല, ഞാൻ കൂടുതൽ ഓതുന്ന ആയത്താണ്. അങ്ങനെ ഉണ്ടാവും ചില ആയത്തും ചില പോയിൻ്റൊക്കെ എങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റ് ഒന്ന് ഒഴിവാക്കിയാലും അത് കയറി വരും. കാരണം അത് നമ്മൾ അങ്ങനെ ഹൃദയത്തിൽ ഉൾക്കിടലുണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ ഇത് എൻ്റെ കൂടെ അങ്ങനെ ഓതുകയാണ്. ആളിങ്ങനെ ഇരുന്നിട്ട് തല ഇങ്ങനെ ആട്ടിയിട്ട് കണ്ണിങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ ഓതും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമുള്ളൊരു സമയത്ത് ഞാൻ മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ആയത്ത് ഭയങ്കര ഇഷ്ടമല്ലേ? ഏതായത്ത്? മനുഷ്യനെ പടച്ച റബ്ബ് അവൻ്റെ ഉള്ളിലെ എല്ലാ വിഷമങ്ങളും വേദനകളൊക്കെ അറിയുന്നുണ്ട്, അവൻ സമീപസ്ഥനാണെന്നുള്ള ആയത്ത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങളത് ഞാനിങ്ങനെ ഓതുമ്പോൾ എൻ്റെ കൂടെ ഓതലുണ്ടല്ലോ, നിങ്ങളെ കണ്ണിങ്ങനെ നിറയണേ ഞാൻ കാണലുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറയാം, മൗലവി 3-4 സഹോദരങ്ങളുണ്ട് എനിക്ക്, ഞങ്ങൾക്കൊക്കെ പെൺകുട്ടികളെ തോന്നെ, ആൺകുട്ടികൾ ഇല്ലാന്ന് തന്നെ പറയാം. ഉള്ളൊരു കുട്ടിയുണ്ട്, അവൻ്റെ ബുദ്ധിയും ഇതൊന്നുമില്ല. അപ്പോൾ ഇവരൊക്കെ കല്യാണക്കാര്യം എൻ്റെ ഡ്യൂട്ടിയാണ്, മൂത്ത കാരണോല് എന്നുള്ളവർക്ക്. പുതിയാപ്പിള കണ്ടെത്തലും കെട്ടിക്കലും അന്വേഷിക്കലും ഒക്കെ ഞാനാ. ഓലൊന്നിനും വരലില്ല. ഓല ആ കല്യാണത്തിൻ്റെ നേരമാകുമ്പോൾ വരും. അത് അവിടുന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓല ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെ കേൾപ്പിച്ച് അതിനൊന്നും ഇടങ്ങാറാക്കൊന്നുമില്ല. പക്ഷെ എന്താ അറിയോ, ഈ കുടുംബത്തിൽ ആദ്യം കല്യാണം കഴിച്ച് പോകേണ്ടത് എൻ്റെ മോളാ. 40 വയസ്സ് പിന്നിട്ട് അപ്പോഴൊക്കെ കല്യാണം വന്നിട്ടില്ല. നീളം കുറച്ച് കുറവാ, കളറും കുറച്ച് കുറവാ, വേറൊരു കുഴപ്പം കുട്ടിക്കില്ല. എന്നാൽ എല്ലാവർക്കും ഉള്ള വലിയ കാര്യം എല്ലാവരും ഭയങ്കരമായിട്ട് പരിഗണിക്കും. അവളെല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കും. കല്യാണത്തിൻ്റെ രാത്രിയിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കും അവൾ. ഞാനിങ്ങനെ ആ രാത്രിയിലൊക്കെ അവളെങ്ങനെ നിരീക്ഷിക്കും. അവളെ മുഖത്തുണ്ട് മൗലവി എല്ലാ സങ്കടവും. ഒരാളും അവളെ കാണാൻ വന്നിട്ടില്ല. ഞാനൊരു ഭയങ്കര സാധുവാണ് കേട്ടോ, ഞാൻ ഭയങ്കര സാധുവായൊരു മനുഷ്യനാണ്. എനിക്കാണെങ്കിൽ എന്താ അറിയില്ല, ഓളോടൊന്നും വർത്താനം പറയാനും പറ്റലില്ല. പക്ഷെ എൻ്റെ കുട്ടി നല്ല കുട്ടിയവള് ഇങ്ങനെ പറയണം മൂപ്പര് കേട്ടോ. അപ്പം ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്, 22 വയസ്സായ അനിയൻ്റെ മോളെ കല്യാണത്തിൻ്റെ പന്തലിലിരുന്ന് ഇയാൾ ബിരിയാണി കഴിക്കുമ്പോൾ 40-കാരിയായ അവിവാഹിതയായ തൻ്റെ മകളെക്കുറിച്ച് ഓർക്കുന്ന ആ മനുഷ്യൻ്റെ ആ ബിരിയാണിൻ്റെ രുചി എന്താണെന്ന് പഠിച്ചോൻ അറിയുന്നതാണ് ആയത്തിൻ്റെ അർത്ഥം. 1.5 വയസ്സായ കുട്ടിക്ക് ഐസിയുവിൻ്റെ മുമ്പിൽ കുപ്പിപ്പാൽ കൊടുത്തിരിക്കുമ്പോൾ 2 ദിവസമായി അബോധാവസ്ഥയിൽ കഴിയുന്ന സ്വന്തം ഭാര്യയെക്കുറിച്ചുള്ള ചിന്തകളുടെ സംഘട്ടനങ്ങളുടെ കടലടിക്കലുകൾ ഉള്ള ആ മനുഷ്യൻ്റെ, ആ ചെറുപ്പക്കാരൻ്റെ ആ 1.5 വയസ്സായ കുട്ടിനെ എങ്ങനെ തോളിലിട്ട് ആട്ടി ഉറക്കാൻ ശ്രമിക്കുന്ന ആ ഉപ്പാൻ്റെ സങ്കടങ്ങൾ അറിയുന്നതാണ് എൻ്റെ അർത്ഥം. മിംസ് ഡോക്ടറെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് ക്യാൻസറാണ്, നിങ്ങൾക്ക് ക്രിയേറ്റിൻ കൂടിയിരിക്കുന്നു, നിങ്ങൾ ഡയാലിസിസ് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് മോൻ്റെ കൂടെ കാറിലിങ്ങനെ മടങ്ങുമ്പോൾ അയാളുടെ ഉള്ളിലെ വേദനകളുടെ കഥയറിയാമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കുട്ടി നീറ്റ് എക്സാം എഴുതി വന്നുകൊണ്ടിരിക്കുകയാണ്, അവളിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്.
അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 കാലും പാത്രത്തിലും വെച്ച് അങ്ങനെ ഇരുന്ന് പഠിക്കണോള്, കഷ്ടപ്പെടുകയാണോള്. അവളെ വാപ്പാൻ്റെ ഒരു കൊച്ചാഗ്രഹമായിരുന്നു അവൾ ഡോക്ടറായി കാണണം എന്നുള്ളത്. അപ്പോൾ അവളുടെ മാർക്ക് എന്തായിരിക്കും, ഇങ്ങനത്തെ കാര്യം എന്തായിരിക്കും, ആ കുട്ടിയുടെ മനസ്സെന്തായിരിക്കും, അള്ളാഹുവിന് അറിയാമെന്നാണ് ആ പറഞ്ഞത് അല്ലേ. കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിൽ കുറച്ചൊരു കരുത്തും പവറുമുള്ളവർ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ക്രൂരമായി ദ്രോഹിക്കുമ്പോൾ ഒന്നും മിണ്ടാൻ പോലും അവകാശമില്ലാതെ വീട്ടിൻ്റെ ഉള്ളിൽ അടക്കപ്പെട്ട മരുമകൾ അവളുടെ ബെഡ്റൂമിൽ ഇരുന്ന് കരയുമ്പോ അവളുടെ ഉള്ളിലെ നൊമ്പരങ്ങളുടെ കഥ അള്ളാഹുവിനും അറിയാമെന്നാണ് ആ പറഞ്ഞത്. വയോധികയായ ഉമ്മയെയും ഉപ്പയെയും ഇവിടെ ഇട്ടിട്ട് യൂറോപ്പിലേക്കും ഫ്രാൻസിലേക്കും യാത്ര പോയി ജോലിയുടെ സുഖങ്ങൾ മാത്രം നോക്കുന്ന ഉമ്മ കാർക്കിച്ചു തുപ്പുന്ന കഫത്തിൽ ബ്ലഡിന്റെ കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോ ഫ്ലൈറ്റ് പിടിച്ച് ഓടിപ്പാടി വന്ന മക്കളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമുള്ള സംഘർഷങ്ങളിൽ പിടയുന്ന ആ മാതാവിൻ്റെ പിതാവിൻ്റെ മനസ്സിൻ്റെ കഥകൾ അറിയാമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇതൊക്കെ അറിയണ പടച്ചോനെ വിട്ടിട്ട് ഏതോ ഒരു മുസ്ലിയാർ ചൊല്ലിക്കൊടുത്തേ ഊതിക്കൊടുത്തൊരു സാധനം അവിടെ കെട്ടുക, എന്തോ അങ്ങനെ വരച്ചുണ്ടാക്കിയ സാധനം അത് അവിടെ കൊണ്ടുപോയി കെട്ടിത്തൂക്കുക, അത് അപ്പുറത്ത് അടുപ്പിൽ വെക്കുക, ഒരു മുട്ടം എഴുതിയിട്ട് അത് വേറെ എവിടെയോ കൊണ്ടുപോയി വെക്കുക. എന്താ മനുഷ്യന്മാരെ, അതാണ് അവരെ അള്ളാഹിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞത്. സഹോദരന്മാരെ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഉസ്താദുമാർ നമ്മൾ ഇങ്ങനത്തെ ആയത്തൊക്കെ ഓതുമ്പോൾ എന്താ പറയാറ്? ആയത്ത് ഇഷ്ടം പോലെ നിങ്ങൾ ഓതിക്കോ, അത് ഞങ്ങളും നിങ്ങളും തർക്കത്തിലുള്ള വിഷയത്തിലെ സാധനമല്ല എന്നാ. എന്താ? ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണേ ഇല്ല. മുജാഹിദുകളുടെ തൗഹീദ് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടി ക്ലിപ്സ് കൂടി ഇട്ട് കാര്യങ്ങൾ പറയണമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്തൊരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്നുകൊണ്ടാണ്. പക്ഷേ പറയാം, അത് അല്ലാതെ തന്നെ പറയാൻ പറ്റും. ഞാൻ പറയാം, സമസ്തൻ്റെ തൗഹീദ് ഇപ്പോൾ എവിടെ നിൽക്കുന്നത് എന്ന്. അത് പറയണത് എന്തിനാ അറിയോ? സമസ്തയിലുള്ള ആൾക്കാരെ വിഷമിപ്പിക്കാനൊന്നുമല്ല. സഹോദരന്മാർ, ഇതൊക്കെ കഴിയും. ഈ സമസ്തയും മുജാഹിദും ജമാഅത്തും NDF ഒക്കെ കഴിയും. അവസാനം നമ്മളും മരിക്കും. നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ ആഗ്രഹം എന്താ? ജീവിതത്തിൽ ആഗ്രഹം എന്താ? വേറൊന്നുമില്ലെങ്കിലും മലക്കുകൾ വരും, നമ്മളെ തലക്കുമ്പുറത്ത് ഇരിക്കും അല്ലേ? മലക്കുകൾ വന്നിട്ട് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. ഇതും ഖുർആനിലുള്ള ഒരു ആയത്താണ്. ഖത്തം പലതവണ തീർന്നിട്ടുണ്ടാവും. ചില ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഓതാൻ പറ്റാത്തവരുണ്ടാവും. ഒരു റമളാൻ മാസം വന്നവരെ ഒരു ഖത്തം തീർക്കാൻ കഴിയാത്ത സാധുക്കളൊക്കെ ഉണ്ട്. ഈ ആയത്ത് എന്താ? എൻ്റെ റബ്ബ് പടച്ചോനാണ്, എനിക്ക് വേറെ ആരെയും വേണ്ടാന്ന് തീരുമാനിച്ചൊരു വ്യക്തി, അയാൾ മരിക്കാൻ കിടക്കുമ്പോൾ ഇസ്തിഖാമത്തുണ്ടായ അയാൾക്ക്, ബാപ്പ അങ്ങനെയാണ്, എളാപ്പ അങ്ങനെയാണ്, പള്ളി കമ്മിറ്റി അങ്ങനെയാണ്, ലെറ്റർ പേഡ് അവിടെയാണ്, സീൽ ഇവിടെയാണ്, അതൊന്നും അയാളെ ഞെട്ടിച്ചില്ല. എൻ്റെ ബിസിനസ് ട്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഒരു ഭാഗത്താണ്, പൈസ ഉള്ളവരൊക്കെ അവിടെയാണ്, അവിടെ 4 പൈസ ഇല്ലാത്തവരുള്ളൂ. ഇതൊന്നും അയാളെ ഞെട്ടിച്ചില്ല. അയാൾ റബ്ബിൻ്റെ മുമ്പിൽ പിടിച്ചു നിന്നു. അങ്ങനത്തെ ആൾക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക, മലായികത്ത് അയാളെടുത്ത് വരും. അയാൾ പ്രളയജലത്തിൽ ഇങ്ങനെ ഒലിച്ചുപോയി അവസാനിക്കുകയാണ്. അയാൾ എന്താ കാറിൻ്റെ സീറ്റിൻ്റെയും സ്റ്റിയറിങ്ങിൻ്റെ ഇടയിൽ കിടന്ന് പെടഞ്ഞു മരിക്കുകയാണ്. അപ്പുറത്തുറങ്ങുന്ന ഭാര്യയൊന്ന് തോണ്ടി വിളിച്ചെടി വെയ്യടി എന്ന് പറയാൻ പോലും പറ്റാതെ ഇടനെഞ്ചത്തിങ്ങനെ കൈ അമർത്തി പിടിച്ച് അയാൾ ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പുറത്ത് പണിപൂർത്തിയായ മകന്റെ വീട്ടിലേക്കുള്ള മാറി താമസത്തിന്റെ ദിവസമാണ് നാളെ. അടുത്ത 12-ാം തീയതി കാത്തുകാത്തിരുന്ന തനിക്ക് മരുമകനായി കിട്ടേണ്ട വ്യക്തിയുടെ കയ്യിലേക്ക് അയാളുടെ മോളെ കൊടുത്തേൽപ്പിക്കാൻ വേണ്ടി സ്വപ്നം കണ്ടിരിക്കുകയാണ്. നീണ്ട വർഷങ്ങൾക്കു ശേഷം തൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. അതൊന്നുമില്ല, മരണത്തിന്റെ നേരമെത്തുമ്പോ മലക്കുൽ മൗത്ത് വിളിച്ചു കൊണ്ടുപോകാൻ വരുന്ന രൂപ ഖുർആൻ പറയണത്. അവിടെ വന്നിട്ട് മലക്കുകൾ പറയും, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, നിങ്ങൾ സങ്കടപ്പെടണ്ട, ഇത് കേൾക്കണം, അത് മാത്ര വിഷയം, ഇത് കേൾക്കണം, നിങ്ങൾ വിഷമിക്കണ്ട. അപ്പോൾ കയ്യിൽ ചെറിയൊരു കുഞ്ഞിനെയും കൊടുത്ത് ഞാൻ പോയാൽ ഓളെന്താ ചെയ്യുക എന്നുള്ള ടെൻഷൻ അയാൾക്ക് ഉണ്ടാവില്ല. പടച്ചോനെ വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ലല്ലോ എന്ന ടെൻഷൻ ഉണ്ടാവില്ല. കാരണം അയാൾ മലക്കുകളെ കാണുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് മലക്കുകളെ കാണുക. ഇങ്ങനെ മരിച്ചു പോകണമെങ്കിലേ ഒപ്പിച്ചു പോയാൽ കിട്ടൂല. നമ്മൾ ജീവിതത്തിൽ എല്ലാതും പഠിക്കും. നമ്മൾ 2 ഏക്കർ ഭൂമി എടുക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ നോക്കും? ഇത് കൃഷിസ്ഥലം, പണ്ട് 950 ഇത് അടിരേഖയിൽ കൃഷിസ്ഥലമാണോ? ഇതിലെ വല്ല ഹൈവേയും വരുന്നുണ്ടോ?
ഇതിലെ വല്ല പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇത് ബഫർ സോൺ ആണോ? ഇവിടെ മഞ്ഞക്കുറ്റി വീഴോ? ഇങ്ങനെ പലതും നമ്മൾ ആലോചിക്കും അല്ലേ? ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ, അതിൻ്റെ അതെങ്ങനെ, അതിൻ്റെ ഇതെങ്ങനെ, അതിൻ്റെ മെമ്മറി എത്ര, അതിൻ്റെ വില എങ്ങനെ, അവിടെ എങ്ങനെ. ഒരു സ്ത്രീകളൊക്കെ ഒരു ഡ്രസ്സ് എടുക്കാൻ കയറിയ ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ അവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട് മൂന്നാമത്തോടത്തേക്ക് പോവുകയാണെന്നാണ് പറയാം. ടെക്സ്റ്റൈൽസ് കയറിയിട്ടേ ഒക്കെ റെഡിയാണ്. ഒരു പുള്ളി അറണ്ട് കയറി ആണുങ്ങൾക്ക് പിരാന്തടിക്കുക. നിങ്ങളെ എടുത്തിട്ടാണ് പറയും ഞാൻ പോവുകയാണ് അറിയാം നമ്മൾ അല്ലേ? അത്ര പരിശോധിക്കും. പക്ഷേ നമ്മൾ സ്വീകരിക്കണ ദീന് അതില്ല, ദീന് പരിശോധിക്കൂല. സഹോദരന്മാരെ, എന്താ സംഭവം എന്ന് പറയുന്നത്? ഈ ഡെക്കറേറ്റ് ചെയ്യുന്നിടത്തൊക്കെ പോയിട്ടുണ്ട് സാധനം. ഇപ്പോൾ പടച്ചോന് CM എന്ന് പറയുന്ന വ്യക്തിയാണെന്നാണ്. CM ഞങ്ങളെ പടച്ചോനാണെന്ന പാട്ടിറങ്ങി. CM ഞങ്ങളെ പടച്ചോനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അതേതോ ഒരു കുട്ടി ഒരു പാട്ട് പാടിയതല്ലേ, അത് നിങ്ങൾ സംഘടനകൾ പരസ്പരമുള്ള മാച്ച് ഡൈറ്റാക്കാൻ വേണ്ടി കൊണ്ടുവരണമല്ല. അത് ഞങ്ങൾ ചെയ്യൂല. അത് ഞങ്ങൾ ചെയ്താൽ എന്താ അറിയോ, ഞങ്ങളെ ആളുകൾ തന്നെ ചോദിക്കും അല്ലേ അത് നമ്മൾ അത്ര ഒരു സംഭവമാക്കണോ? അതിപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ചെയ്തൊരു സാധനമല്ലേ എന്ന് ഇവിടുന്ന് ഇറങ്ങണീൻ്റെ മുമ്പ് ചോദ്യം വരും. ഇറങ്ങണീന് പിന്നെ അതെന്താ അറിയോ, ഇതൊരു ഇബാദത്താണ് എടുക്കണത്. ഇതൊരു ഇബാദത്താണ്. ഈ നേരത്തെ ഇത് നമുക്ക് ഫർളാന്ന് വിചാരിച്ചിട്ടാണ് എടുക്കണത്. അല്ലെങ്കിൽ കുട്ടികളെ കളിപ്പിക്കും പെരയിൽ, അല്ലെങ്കിൽ കുട്ടികളെ കളിപ്പിക്കും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചതിക്കൂല. അതല്ല എന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ, അതേ വ്യക്തി അടുത്ത പാട്ട് പാടിയപ്പോൾ ഹയ്യുൽ ഖയ്യൂമാണ് ഞങ്ങളെ ശൈഖ് എന്നാണ് പറഞ്ഞത്. ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ. ഞാൻ അത് പബ്ലിക് ഡൊമൈനുള്ള സാധനമാണ്. സംശയമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ വാങ്ങിയിട്ട് ഒന്നെന്നോട് ബന്ധപ്പെട്ടാൽ മതി, ഞാൻ അങ്ങ് ഇട്ടുതരും. ഉസ്താദുമാർ പറഞ്ഞമാതിരി പറയില്ല കേട്ടോ, അങ്ങനെ ഇട്ടുതരും. ഹയ്യുൽ ഖയ്യൂമാണെന്നാണ്. അതുകൊണ്ട് തീർന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല. എന്താ അള്ളാഹ്ക്ക് പറഞ്ഞ എല്ലാ വിശേഷണവും കുൻ എന്ന് അല്ലേ? അള്ളാഹുവിൻ്റെ പ്രത്യേകത എന്താ? അള്ളാഹു കുൻ പറഞ്ഞാൽ എന്തുണ്ടാവും? കുൻ എന്നത് ഔലിയാക്കൾ പറഞ്ഞാൽ ഉണ്ടാകുന്ന. ഔലിയാക്കള് ഗർഭത്തിലുള്ള ആൺകുട്ടിനെ പെൺകുട്ടിയാക്കും, പെൺകുട്ടിനെ ആൺകുട്ടിയാക്കും. ജനിച്ച കുട്ടി പെൺകുട്ടിയായപ്പോൾ കരഞ്ഞുകൊണ്ട് വരിക. ഇതൊക്കെ എന്ത് മെസ്സേജായി കൊടുക്കണേ? പെൺകുട്ടിയായപ്പോൾ എന്തിനാ കരയണു? പൊളിറ്റിക്കലി വളരെ ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു വേഡിങ് ആണത്. അപ്പോൾ ഷെയ്ഖ് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ഗുഹ്യാവയവത്തിൻ്റെ അവിടെ ഒന്നും കൂടി ആ തുണി ഒന്നിട്ടിട്ട് പോയിക്കോ ചെന്ന് നോക്കിയപ്പോൾ ആൺകുട്ടി. ഇതൊക്കെ വിശ്വസിക്കാണ് നിനക്ക് തെളിവുണ്ടെന്നാ പറയണേ. എല്ലാറ്റിനും ഉള്ള തെളിവ് എന്താ അറിയോ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ് അള്ളാഹുവിൻ്റെ വിഷയത്തിലുള്ള തെളിവെന്തെങ്കിൽ. നേരെ തിരിച്ച് യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഇതാ ഉസ്താദുമാർ ഓതനായത്ത്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഇഷ്ടം പോലെ കൊടുക്കും. അതാണ് അള്ളാഹിൻ്റെ കഴിവ് പടപ്പുകൾക്ക് കൊടുക്കും എന്നുള്ളതിൻ്റെ തെളിവ്. ഇത് യൂസുഫ് അലിക്ക് ഇഷ്ടം പോലെ കൊടുക്കും, അതിൻ്റെ തെളിവാ. ചില ആൾക്ക് മക്കളെ ഇഷ്ടം പോലെ കൊടുക്കും. അള്ളാഹിൻ്റെ കഴിവ് പടപ്പുകൾക്ക് കൊടുക്കുന്നതിൻ്റെ തെളിവല്ല. ശരിക്ക് പഠിച്ചോളി നിങ്ങൾ. എവിടെയാണ് സമസ്തക്ക് തെറ്റിയത്? അള്ളാഹുവിൻ്റെ കഴിവിനെ അഭൗതിക കഴിവ് എന്നാണ് വിളിക്കുക. നല്ലോണം മണിയായിട്ട് പഠിച്ചോളി. ഒരു സംശയമല്ല, വളരെ ക്ലിയറാണ് വിഷയം. അള്ളാഹുവിൻ്റെ കഴിവിന് റബ്ബിൻ്റെ കഴിവ് ആർക്കില്ല. എന്താ അതിന്റെ തെളിവ്? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹനെ പോലെ ആരുമില്ല, അള്ളാഹനെ പോലെ ഒന്നുമില്ല. അള്ളാഹുവിനുള്ള ശക്തി ഒരു ശക്തിക്കുമില്ല. അത് ഞങ്ങളെ തെളിവതാണ്. അതേപോലെ വേറെയും തെളിവുകൾ ഉദ്ധരിക്കാണ്ട്. എന്നാൽ സമസ്ത എന്ത് പറഞ്ഞു? അഭൗതികമായ കഴിവ് അള്ളാഹുവിൽ മാത്രം നിൽക്കണില്ല. അത് ഔലിയാക്കൾക്കുണ്ട്, അത് മലക്കുകൾക്കുണ്ട്, അത് ജിന്നുകൾക്കുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അതുണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ ചില കഴിവ് കൊടുക്കും. അള്ളാഹുവിൻ്റെ ചില കഴിവ് കുട്ടികളെ ജനിപ്പിക്കാനും മഴ പെയ്യിക്കാനും ഒക്കെ ഉള്ള കഴിവ് കൊടുക്കും. അതാണ് അഭൗതിക കഴിവ്. 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം ഈ യാത്ര നടത്തിയപ്പോൾ 100 കൊല്ലമായി നടത്തിയ യുദ്ധത്തിൻ്റെ ഇടയിൽ ആരൊക്കെ വെട്ടണം. അപ്പം എന്ത് ചെയ്തു? പതുക്കെ പറഞ്ഞു ജിന്നിനും മലക്കിനും ആ കഴിവുണ്ട്. അവിടെയാണ് മർമ്മം കിടക്കണത്. അതുകൊണ്ടാണ് മാറി നിൽക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മാറിക്കേണ്ടി വരുന്നത്. ഒരു കൺഫ്യൂഷൻ ആർക്കും വേണ്ട കേട്ടോ. അപ്പുറത്തും മുടിച്ച ടീമെ കൺഫ്യൂഷൻ ആവേണ്ട ഒരു കാര്യമല്ല. ഈ അസിൽ പഠിപ്പിച്ച സമസ്ത പണ്ട് പറഞ്ഞാൽ എന്താ അറിയോ, ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല, സഹായതേട്ടേ നടത്തണുള്ളൂ. അവർക്ക് ധൈര്യം വന്നില്ല. മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പുസ്തകം കിതാബ് തൗഹീദ് ഇറങ്ങിയപ്പോൾ അതിന് മറുപടി റദ്ദെഴുതിയ കണ്ണൂരിലെ അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകത്തിന് മറുപടി എഴുതിയപ്പോൾ അതിലെന്താ എഴുതിയത് അറിയോ? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്താമെന്നൊരു മുസ്ലിമും വിശ്വസിക്കണില്ല. ആദ്യം സമസ്ത ഉണ്ടതിന് സ്റ്റാൻഡ് അതാ.
പ്രാർത്ഥന നടത്താൻ ആരും വിശ്വസിക്കണില്ല. ഞാൻ എൻ്റെ ഉസ്താദുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ കുറച്ചേരം ഇരിക്കണം, ഒരുപാട് കാര്യം തിരിയും, ഒരുപാട് കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ചില വിഷയം വരുമ്പോൾ എന്താ പറയുക, നമ്മൾ ചെയ്താൽ പറയും അത് ഞമ്മക്ക് എങ്ങനെ തിരിയില്ല, അത് ശരി തന്നെ കാരണം അല്ല, ഇത് തിരിയാത്തതല്ല. ശരിക്ക് കേട്ടോളൂ നിങ്ങൾ. അപ്പോൾ അബ്ദുൽ ഖാദർ മൗലവിക്ക് പുസ്തകം കൊണ്ട് മറുപടി എഴുതിയപ്പോൾ അള്ളാഹു അല്ലാത്തവരോട്, അത് കല്ലാകട്ടെ വലിയാകട്ടെ ആരാകട്ടെ, പ്രാർത്ഥിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഉണ്ടാകൂല. പൂനൂരിൽ സംവാദം നടന്നപ്പോൾ ഉസ്താദുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് അന്ന് അലവി മൗലവി ചോദിച്ചപ്പോൾ അപ്പുറത്ത് വന്ന മുസ്ലിയാർ പറഞ്ഞോലോ, മൗലവി നിങ്ങളാണോ നമ്മളാണോ ആദ്യം ചോദ്യം ചോദിക്കേണ്ടതെന്ന് തീരുമാനിക്കാത്തതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ പറയില്ല, അണികൾ അല്ലാഹു അക്ബർ. അപ്പോൾ അലവി മൗലവി വന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ നമ്മളാണോ ആദ്യം ചോദ്യം ചോദിക്കേണ്ടതെന്ന് തീരുമാനിക്കാത്തത് കൊണ്ട് ആ ചാൻസ് ഞാൻ ആദ്യം എടുക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ? അപ്പോൾ മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളാണോ നമ്മളാണോ ആദ്യം ചോദിക്കേണ്ടതെന്ന് തീരുമാനിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാതെ ഇവിടുന്ന് കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഉത്തരം പറയില്ല. അല്ലാഹു അക്ബർ. അവിടെ അപ്പം മൗലവി വീണ്ടും ചോദിച്ചു, നിങ്ങളാണോ നമ്മളാണോ ചോദ്യം ചോദിക്കേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കാത്തതുകൊണ്ട് ആ ചാൻസ് ഞങ്ങൾ ഉപയോഗിക്കാൻ പറ്റൂല എന്ന് എവിടെയുള്ളത്? അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ? ഒരു തെളിവ് ആരും കേട്ടില്ല. അപ്പം ഇതൊരു പൊന്നു കാച്ചിയ തെളിവ്. മനുഷ്യരുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ വന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഇനിയും ഇതേ ഉത്തരം പറഞ്ഞാൽ ഒരുപാട് പള്ളി ഇഞ്ഞും പോകുമെന്ന് മനസ്സിലായപ്പോൾ അങ്ങനെയാണല്ലോ, അന്ന് ഒന്നിച്ച് പള്ളിയാണ് പോലാണ്. അന്ന് ഈ സംഘടിത രൂപമൊന്നും അപ്പുറത്തില്ലാത്തതുകൊണ്ട് ഒന്നിച്ച് കമ്മിറ്റി മാറി, എന്നാൽ ശരി നമുക്ക് അപ്പുറത്ത് കിക്കാന്നറിയും. ഇടവണ്ണയൊക്കെ അങ്ങനെ മാറിയേ അല്ലേ? തിരൂരങ്ങാടിയിലെ വലിയ മാറ്റങ്ങളുടെ ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ പിന്നെ കൊട്ടപ്പുറത്ത് വന്നപ്പോഴാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ ചോദിച്ചപ്പോൾ എന്തു പറഞ്ഞത്? ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തിയായിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന് എനിക്കറിയില്ല. ക്ലാരിറ്റി ഇല്ലാത്ത, നല്ലോണം ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം, ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ മാത്രം കേൾക്കണേ ഒരു വീഡിയോ ഞാൻ ഇവിടെ കണ്ടിരുന്നു. ആരോ ഒരാൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, കാന്തപുരം പറയണത്. അപ്പോൾ അവിടുന്നാണ് പിന്നെന്ത് ചെയ്യണത്, പ്രാർത്ഥിക്കാന്നാകണത്. അപ്പോൾ നമ്മളിങ്ങോട്ട് ആയത്തോതും എന്താ, ഡസൻ കണക്കിനായത്ത്. സൂറത്തു ബഖറയിലെ 186, സൂറത്തു ഗാഫിറിലെ 60, അയ്യാക നഅ്ബുദു വയ്യാക നസ്തഈൻ 35-ാമത്തെ സൂറത്തിലെ 14, 15, ഇങ്ങനെ സൂറത്തു ഖാഫിന്റെ 16 ഇങ്ങനെ ഉണ്ടോതും. അള്ളാഹു ഇല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, സഹായം തേടരുത്, അവർക്ക് ശക്തിയില്ല, അവർക്ക് കഴിവില്ല. അപ്പോൾ ആൾക്കാർ തരിച്ചിങ്ങനെ നോക്കും, പ്രാർത്ഥിക്കാൻ. അപ്പോഴാണ് ഉസ്താദുമാർ പറയുന്നത്, പ്രാർത്ഥിക്കാമെന്ന വാദം ഞങ്ങൾക്കില്ല, സഹായതേട്ടം നടത്താമെന്നുള്ള വാദം ഞങ്ങൾക്കുള്ളൂ. എന്നാലോ ഇവര് പ്രാർത്ഥിക്കാൻ തന്നെ ഇവരുടെ ഫത്വകളിലൊക്കെ എഴുതി വെക്കുന്നു. ഇവർ ബദരീങ്ങളോട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ പറയുന്നു. ഇതൊരു ഭാഗത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു കുറേ കാലം. ഇപ്പം അവിടെ നിന്നൊക്കെ വിട്ടു. അപ്പോൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയണേ. പിന്നെ എന്താണ്, കണ്ണൂരിലെ അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകത്തിൻ്റെ മറുപടിയായി വന്ന ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവ് അടക്കമുള്ളവർ പറഞ്ഞത്. പിന്നെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്. പിന്നെ അടുത്തൊരു സ്റ്റെപ്പൊക്കെ നീങ്ങണം. എന്താ അറിയോ, അള്ളാഹിൻ്റെ കഴിവൊക്കെ സൃഷ്ടികൾക്ക് വെച്ചെടുക്കുക. എന്താ അള്ളാഹുവിൻ്റെ കഴിവ് സൃഷ്ടികൾക്ക് വെച്ചെടുക്കുക? മുഹീദ്ദീൻ ഷേഖും ജീലാനിയും അതേപോലെ തന്നെ പാതിരിയും തമ്മിൽ തർക്കം. നിങ്ങളെ ആളാണോ നമ്മളാണോ വലുത് നോക്കുക? നിങ്ങളാൾ വലുതാണെങ്കിൽ നിങ്ങളിതാ മരിച്ചാളെ ജീവിപ്പിക്കുന്നവർ. അപ്പോൾ മുപ്പര് പറഞ്ഞു, കുമ്പ് ഇതിനെയും വാ നീച്ചു വന്നു. അപ്പോൾ നീച്ചന് വന്നു എന്നാണ് അല്ലേ? അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലാണ് പങ്കെടുക്കുന്നത്. ഇങ്ങനെ കുറേ പരിപാടിയായിട്ട് നടന്നു കുറേ കാലം. പിന്നെ പെട്ടെന്ന് നബി വരലും നബി ജയിലിൽ നിന്ന് കൊണ്ടുപോകലൊക്കെ ആയിട്ട് ഇപ്പം എത്തി നിൽക്കണം. എങ്ങനെ, എവിടെ അറിയോ? അനല്ലാ എന്നുള്ളിടത്താ. അനല്ലാ എന്നുള്ളിടത്ത് ഞാൻ അല്ലാണ്. ഇങ്ങനെ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയും, പിന്നെ ഇല്ലല്ലാ ഇല്ലല്ലാ എന്ന് പറയും, പിന്നെ അല്ലാഹ് അല്ലാഹ്, പിന്നെ ഹാ ഹീ ഹൂ എന്നാകും. അപ്പോഴേക്ക് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി അള്ളാഹുവായിട്ടുണ്ടാകുന്നതാണ് അവിടെ പതുക്കണത്. ഒരു വാക്കല്ല, രണ്ട് വാക്കല്ല, ശക്തമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശക്തമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. ഇതിലേക്കൊക്കെ എത്തിയത് എവിടുന്ന? അഭൗതികമായ കഴിവ് റബ്ബിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കുമില്ലെന്ന. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹുവിനേ ഉള്ളൂ, കേൾവി ശക്തി ഇതൊക്കെ അള്ളാഹുവിനേ ഉള്ളൂ എന്ന് പറഞ്ഞിടത്തുനിന്ന് മാറിയപ്പോഴുണ്ടായ ദുരന്തമാണ് സുഹൃത്തുക്കളെ ഈ അനുഭവിക്കുന്നത്. ഇത് എവിടുന്ന് വന്നതാ? ഇത് സൂഫിസത്തുനിന്നും ത്വരീഖത്തുനിന്നും ഒക്കെ വന്നതാണ്. സൂഫികളും ത്വരീഖത്തിൻ്റെ ആളുകളും കൊണ്ടുവന്നതാണ്. ഇതിൽ പലതും ഷിയായിസത്തിൽ നിന്ന് വേഷം മാറി വന്നതാണ്.
ഇതൊക്കെ നമ്മളടിയിലുണ്ട് എന്ന് ഈ ഉസ്താദുമാർ തന്നെ പ്രസംഗിക്കണോടത്ത് കടുപ്പ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഷിയായിസം നമ്മുടെ ഉള്ളിലുണ്ട്, ഇന്നാളി ഷിയാണ് പരസ്യമായിട്ട് പ്രസംഗിക്കുക. എന്നിട്ടും സമുദായത്തിന് ബോധം വരുന്നില്ല അല്ലേ? നെഹ്സ് ഇറാനിൽ നിലനിൽക്കുന്ന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ വിശ്വാസമാണ് ഷിയ വിശ്വാസം. എന്താ ഷിയാക്കളുടെ അസില്? വ്യത്യസ്തമായ കുറേ അടിത്തറകൾ അവർക്കുണ്ട്. മക്കയുടെ അധികാരം കിട്ടിയാൽ, മദീനയുടെ അധികാരം കിട്ടിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അടുത്തുനിന്ന് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ രണ്ടാളുടെയും ഖബർ അടിച്ചു പൊളിച്ച് പുറത്തേക്കിടും. അതാ വിശ്വാസം. പോരാത്തതിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊന്ന അബൂ ലുഅ്ലുഅത്തിന് ഇറാനിൽ ജാറമുണ്ടാക്കി അയാളെ വലിയായി കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് ഇവര് ഇസ്നാ അശരിയാക്കൾ എന്ന് പറയുന്ന ഇവരുടെ ടീമിൽപ്പെട്ടവർ. അവരുടെ ഇമാമിൻ്റെ അടുത്ത് ഉള്ളതാണ് യഥാർത്ഥ ഖുർആൻ നമ്മളെ കയ്യിലുള്ള ഖുർആൻ അല്ല എന്ന് പറയുന്നവർ. അലി റളിയല്ലാഹു അൻഹു ഇപ്പോഴും ജീവിക്കുന്നു ആകാശത്ത്. അദ്ദേഹം ഒന്ന് ചുമച്ചാൽ ഇടിപൊട്ടും, അദ്ദേഹം കുരച്ചാൽ ഇടിപൊട്ടും, അദ്ദേഹം ചിരിച്ചാൽ ഇടിമിന്നലാണത് എന്ന് വിശ്വസിക്കണവര്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന് വിഷം കൊടുത്ത് കൊന്നതാണ് എന്ന് പ്രചരിപ്പിക്കണവര്. ഞാൻ ഇടക്കാലത്തെപ്പോഴോ ബഹ്റൈനിൽ പോയപ്പോൾ ബഹ്റൈനിൽ കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും ഉമ്മുന ആയിഷ എന്നിങ്ങനെ സ്റ്റിക്കറുകളും ഹോർഡിങ്സുകളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നിങ്ങൾ റോട്ടിലിറങ്ങി നോക്കിയ ഹോർഡിങ്സിൽ കാണാം. നിങ്ങളൊരു ബിൽഡിങ്ങിലേക്ക് കയറി അവിടെ കാണാം. നിങ്ങളൊരു ലിഫ്റ്റിലേക്ക് കയറി അവിടെ കാണാം. എന്താ? ബഹ്റൈൻ ടിവിയിൽ ഒരു ഷിയ സംവാദത്തിനിടയിൽ പറഞ്ഞു, ആയിഷുമ്മയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദീർഘകാലം കൊണ്ട് ബാധിച്ചു മരിക്കുന്ന വിഷം കൊടുത്തത്. അതിന് ബഹ്റൈനികൾ കൊടുത്ത ഉത്തരാണ്, ഞങ്ങളെ ഉമ്മനെ കുറിച്ചാടാ നീ പറഞ്ഞത്, നിന്റെ പ്രചാരണത്തിന്റെ മുന്നിലൊന്നും ഞങ്ങൾ വീണു പോകില്ലെന്ന് പറഞ്ഞത്. അഹ്ലുസുന്നയിലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നവർ, ബഷാർ അൽ ബുർദിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നവർ, അവർക്ക് ഏതെങ്കിലും യുദ്ധ സാഹചര്യത്തിൽ അവർ പറയുന്ന ഏതെങ്കിലും വീഡിയോകളുടെ BGMകൾക്ക് പിന്നിൽ ആവേശഭരിതരായി എന്നവർക്ക് ജയ് വിളിക്കുന്നവരാവുകയില്ല അഹ്ലുസുന്ന ഒരു കാരണവശാലും. ആരൊക്കെ എന്തൊക്കെ സോഷ്യൽ മീഡിയ യുദ്ധം കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും നെഞ്ചുറപ്പോടെ പറയും, ഇതാണ് ഷിയാക്കൾ അല്ലേ? അവര് എന്താണ് നെഞ്ചത്തടിച്ച് കർബല ദിനത്തിൽ ഇറങ്ങുക. ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നതാരാ? മൻ ഖതലൽ ഹുസൈൻ എന്ന പേരിൽ ഷിയായിസത്തിൽ നിന്നും മടങ്ങിയ ഒരു മനുഷ്യന്റെ ഒരു പണ്ഡിതന്റെ ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. 10,000 കത്തുകൾ അയച്ച് നിങ്ങൾ വരണം, നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു അല്ലേ? ഈ ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരാൾ ചോര വാർന്നു മരിച്ചാൽ ഈ ആൾക്കൂട്ടത്തിലുള്ളവരെ ആദ്യം സംശയിക്കണോ, അതല്ല വേറെ എവിടെയോ ഉള്ളവരെ സംശയിക്കണോ? 10,000 മനുഷ്യരുടെ നടുക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു. ആ ഹുസൈൻ റളിയല്ലാഹു തന്നെ കൊന്നവർ അവരാണ് ഷിയാക്കൾ. അങ്ങനെ അവരുടെ യുദ്ധവും അവരുടെ മനുഷ്യാവകാശങ്ങളും അവരുടെ പ്രശ്നങ്ങളും അതൊന്നും നമ്മൾ അവഗണിക്കണില്ല. തീർച്ചയായും പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ലോക പോലീസ് ചമഞ്ഞ് അമേരിക്ക കാണിക്കുന്ന തമ്മാടിത്തങ്ങളെയും 1 മിനിറ്റ് 1 സെക്കൻഡ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണില്ല. പക്ഷേ ഖുമൈനി ഉണ്ടാക്കിയ രാഷ്ട്രത്തിന്റെ അവസ്ഥ ഇത്. ഖുമൈനിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയോ? അയാളൊരു വീട്ടിൽ ചെന്നപ്പോൾ ഇയാൾ ഈ മൻ ഖതലൽ ഹുസൈൻ എന്ന ഗ്രന്ഥം എഴുതിയാൾ മടങ്ങാനുള്ള കാരണം പറയാ. ഇയാള് ഒരു വീട്ടിൽ ചെന്നപ്പോൾ 6 വയസ്സായ കുട്ടിയെ മുത്തയെടുത്തു. 6 വയസ്സായ കുട്ടിയെ ബെഡ്റൂമിൽ കൊണ്ടുപോയി. അവർക്കത് ചെയ്യാം, നിശ്ചിത ദിവസം ഒരു മഹർ കൊടുത്തിട്ട് ഉപയോഗിച്ചിട്ട് തിരിച്ചു കൊടുക്കാം. ആ കുട്ടിയുടെ ആർത്തു കരച്ചിലുകൾ എൻ്റെ ഉള്ളിൽ വലിയ നൊമ്പരങ്ങൾ ഉണ്ടാക്കി എന്നാ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വ്യക്തിക്ക് ജാറം കെട്ടിയ നിശ്ചിത സ്വഹാബികളല്ലാത്തവരെ മുഴുവൻ കാഫിറായി ചിത്രീകരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരെ അരാജകത്വത്തിന്റെ ആളുകളായി ചിത്രീകരിക്കുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഉസ്തൂലേറിപ്പോകുന്ന നാവിക സംഘമേറിപ്പോകുന്ന ഒരു സംഘം വരാനുണ്ട്, അവർ സ്വർഗത്തിലാണെന്ന. അവരുടെ നേതാവായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു അല്ലേ? ആ മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ നരകത്തിലാണെന്ന് പറയുന്ന, അത് മലയാളത്തിൽ എഴുതി വെക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരുടെ വിശ്വാസങ്ങൾ നമ്മുടെ വീട്ടുകളിലേക്ക് എത്തുകയാണ്. അത് നമ്മളെ നെഞ്ചിലെത്തുക. എന്താ? നെഹ്സ് അവരുടെ വിശ്വാസമാണ്. കല്യാണ സദസ്സിലെത്തുകയാണ്, ചുമരിൽ തൂക്കുകയാണ്, പലയിടത്തും എത്തുകയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി കാര്യങ്ങളെ പഠിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ
വലിയ ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. അതൊരിക്കലും നമ്മൾ മറക്കരുത്. പലപ്പോഴും വിഷയങ്ങളെ പഠിച്ച് അറിഞ്ഞ് സമീപിച്ച് ചെല്ലുമ്പോൾ ഇതിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവും സഹോദരന്മാരെ. നോക്ക്, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൊട്ട് ശേഷമുള്ള മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിയിട്ടില്ലേ? പിന്നെ നമുക്ക് എന്താ പറ്റൂല എന്ന്? ഇബ്നു മസ്ഊദിന്റെ അടുത്തേക്ക് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, പള്ളിയിൽ ഞാനൊരു ദിക്ർ ഹൽക്ക കണ്ടു, സുബ്ഹാനല്ലാഹി അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എണ്ണം പിടിച്ച് ചെല്ലുകയാണ്. എന്താ അദ്ദേഹം ചോദിച്ചത്? അഫല അമർത്തഹും അയഅദു മിൻ സയ്യാതിഹിം, അവരുടെ പാപം നിനക്ക് എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നു എന്നാണ്. ഇത് പോരെ സഹോദരന്മാരെ? അവർ വന്നിട്ട് പ്രവാചകന്റെ സ്വഹാബത്ത് ഇവിടെ അല്ലേ? അവർ മരിച്ചു തീർന്നിട്ടില്ല. പ്രവാചകൻ ഉപയോഗിച്ച പാത്രങ്ങൾ അത് പൊട്ടിപ്പോയിട്ടില്ല. പ്രവാചകന്റെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. അതിനു മുമ്പ് നിങ്ങൾ ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു കൂട്ടണമെന്ന് എന്തിനെക്കുറിച്ച് പറഞ്ഞതാ? പള്ളിയിലിരുന്ന് ബീഡിയൽച്ചിനെ കുറിച്ച് പറഞ്ഞല്ല, വെള്ളടിച്ചിനെ കുറിച്ച് പറഞ്ഞല്ല, അവർ വട്ടം കൂടി ദിക്ർ ചൊല്ലിനെ കുറിച്ച് പറഞ്ഞതാ. അപ്പോൾ ഓരോരുത്തർക്ക് തോന്നുന്നത്, ഒരു ഉസ്താദ് വന്നാൽ മൂപ്പർക്ക് തോന്നുന്ന ഒരു പ്രത്യേക ദിക്ർ, വേറെ ഉസ്താദ് പോകുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് വേറൊന്ന്, ഇങ്ങനെ ഓരോരുത്തർക്ക് തോന്നിയത് ഉണ്ടാക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ ഇസ്ലാമിലുണ്ടോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു 4 പോയിന്റ് ഒന്ന് പരിശോധിക്കാം നമുക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ദിക്ർ പഠിപ്പിക്കുകയാണ്. ഇദാ അതൈത മൽജഅക്, നീ നിന്റെ ബെഡ്റൂമിൽ ചെന്നാൽ ഒളുഎടുത്തതിൻ്റെ ശേഷം ഈ ദിക്ർ ചൊല്ലണം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഅൽജഹ്തു ളഹ്രി ഇലൈക്. ഇങ്ങനെ പോന്നിട്ട് ആ ദിക്റിൻ്റെ അവസാനത്തിൽ ഒബി നബിയ്യിക്കല്ലദീ അർസൽതാന്നുണ്ട്. ഈ ദിക്ർ ചൊല്ലിയുള്ള ഗുണം എന്താ? ഈ ദിക്ർ അവസാനത്തെ വാക്കിയ ദിക്റായി. നമ്മൾ ഭാര്യനോട് പറഞ്ഞില്ല, നല്ല കാറ്റടിക്കുന്നുണ്ട്, ഇപ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ അവസ്ഥ എന്താവുമെന്ന് പറഞ്ഞില്ല, പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ ദിക്ർ ഒന്നും കൂടി ചൊല്ലി. ദുന്യാവിൻ്റെ സംസാരമല്ല, പരലോകത്തിൻ്റെ സംസാരമാണ്. ഇത് ചൊല്ലിക്കല്ലോ, കുട്ടികളൊക്കെ ഓർമ്മയാക്കിയണോ, അത് കുഴപ്പമില്ല. അങ്ങനെ ഒരാൾ മരിച്ചാൽ ഇന്ന് ജനിച്ച കുട്ടിനെ പോലെ ആകുന്നതാണ്. അപ്പോൾ അതിന് കേട്ടപ്പോൾ സ്വഹാബിക്കേണ്ട ആവേശമായിട്ട് അദ്ദേഹം വന്ന് വേഗം ചൊല്ലിക്കൊടുത്തപ്പോൾ നബിയ്ക്കല്ലദീ അർസൽത എന്നുള്ളിടത്ത് റസൂലിക്കല്ലദീ അർസൽത എന്നില്ല, നബി മാറ്റാൻ പറഞ്ഞു. എന്നിട്ടാണ് നമ്മൾ കോട്ടക്കണക്കിന് ദിക്ർ ഓരോരുത്തർക്ക് തോന്നിയത് ഓരോരുത്തർ ഉണ്ടാക്കുക. ഇവിടെ എന്തെല്ലാം ദിക്റുണ്ട് സഹോദരന്മാരെ, ചെല്ലാൻ അത്രയും മഹത്വമുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കണ എത്ര ദിക്റുണ്ട് ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2-3 ദിക്റോ, എന്തെല്ലാം ദിക്റുകളുണ്ട്. ആ ദിക്റുകളൊന്നും ചെല്ലാതെ പലപ്പോഴും ഈ രീതിയിലേക്കാണ് ആളുകൾ പോവുക. ഇനി നിങ്ങൾ നോക്ക്, മറ്റൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ കാണുന്നത് പോലെ മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം പറയാം, അസ്സലാത്തുൽ മഅറൂഫ ബി സലാത്തിർ റഗായിബ്. സലാത്തുർ റഗായിബ് എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ട്. വഹിയ 12 റക്അ, അത് 12 റക്അത്താണ്. തുസല്ല ബൈനൽ മഗ്രിബ് വൽ ഇശാ, അത് ഇശായിനും മഗ്രിബിനും ഇടയിലാണ് നിസ്കരിക്കുക. ലൈലത്ത അവ്വലി ജുമഅത്തിൻ ഫി റജബ്, റജബ് മാസത്തിലെ ആദ്യത്തെ ജുമഅ ദിവസത്തിൽ. വസലാത്തു ലൈലത്തി നിസ്ഫി ശഅബാൻ, വേറൊരു നിസ്കാരമുണ്ട്, അതേതാ? ശഅബാൻ 15-നാണ് ആ നിസ്കാരം. 100 റക്അ, അത് 100 റക്അത്താണ്. വഹാത്താനി സ്വലാത്താനി, ഈ 2 നിസ്കാരങ്ങളും ബിദ്അത്താനി, 2 ബിദ്അത്താണ്. മദ്മൂമത്താനി, 2 എന്താണ്, പിന്നെ വെറുക്കപ്പെട്ടതാണ്. മുൻകറാനി കബീഹാനി, 2 വളരെ മോശമാണ്, 2 നിരാകരിക്കപ്പെട്ടതാണ്, ദമ്മിയപ്പെട്ടതാണ്, ആക്ഷേപിക്കപ്പെട്ടതാണ്. അപ്പോൾ എത്ര റുക്കൂ കിട്ടും, എത്ര സുജൂദ് കിട്ടും? പക്ഷേ പറ്റൂല എന്നാണ് പറഞ്ഞത്. ഇതേ ഇമാം നബി റഹിമഹുല്ലാ ഒളൂ ചെയ്യുമ്പോൾ എല്ലാ അവയവങ്ങളും ഇങ്ങനെ പിന്നെ കഴുകുമ്പോഴുള്ളൊരു ദിക്റുണ്ട്. ആ ദിക്റിൻ്റെ അർത്ഥമൊക്കെ കേട്ടാണ്ടല്ലോ ഞെട്ടിപ്പോവും. ആ ജാതി പവർഫുൾ ദിക്റാണ്. പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ അറിയോ? അത് പറ്റൂല, ഇതിലാ അസല ലഹു, അതിനൊരു അടിത്തറയില്ല, നബിയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. അപ്പം നമുക്കിങ്ങനെ തോന്നിയത് നമ്മൾ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളായിട്ട് ജീവിക്കല്ല വേണ്ടത്. നമ്മൾ സമഗ്രമായി ജീവിതത്തെ പ്രമാണങ്ങളിൽ നിന്ന് പരിശോധിക്കണം. എന്തിനും ഉത്തരമുണ്ട് ഇസ്ലാമിൽ ഉത്തരമില്ലാത്ത ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഉത്തരമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും കുറവാണത്, അല്ലേ? ലോകം ഉയർത്തുന്ന ഏത് വിഷയത്തിനും ഉത്തരമായിട്ട് ഇസ്ലാം പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടായ്മ വളരെ ശക്തമായി ആശയപ്രചാരണമായിട്ട് പോവുക. ഉള്ളാൾ ജാറത്തിൻ്റെ തൊട്ടരികത്ത് ഇൻഷാ അല്ലാഹ് മെയ് 10-ന് നമ്മളെ മുഖാമുഖം നടക്കുകയാണ്. നമുക്കെന്താ റോള്? നമ്മളെ കുടുംബത്തിലും ബന്ധത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുക. അതിൻ്റെ ആഡുകൾ ഇങ്ങനെ ഇറക്കേണ്ട, അതൊക്കെ അയച്ചു കൊടുക്കുക. ഇത് കേട്ടോ, ഞാനും നീയും തമ്മിൽ ഉള്ളത് നമ്മൾ പറയാണ്. ഇത് പറഞ്ഞിട്ടില്ല എന്ന് പരലോകത്തൊന്നും പറയരുത് എന്ന് തന്നെ പറയണം. നമ്മൾ ബോധ്യപ്പെടുത്തണം. ഇത് ഈ ഉസ്താദുമാരുടെ എല്ലാ അതിർത്തിയും വിട്ട പല നിലപാടുകളിലേക്കും വിശ്വാസങ്ങളിലേക്കും പോവുക. തൗഹീദ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ നിർബന്ധമാണ് അവർ ചങ്ങൻ്റെ അഭിപ്രായം.
വേറെ ആൾക്ക് സുന്നത്താന്ന് അഭിപ്രായം, വേറെ ആളുടെ അഭിപ്രായം അത് ജായിസ് മാത്രമേ ഉള്ളൂ, അതിന് കൂലിയൊന്നും കിട്ടൂല എന്ന്. ഇതിൽ പേദം നമ്മൾ എടുക്കുക. വേറൊരു കൂട്ടർ പറയണത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലാണ് ഉത്തരം കിട്ടുക എളുപ്പം. ഞമ്മക്ക് നബിനോട് നേരിട്ട് ചോദിക്കാനേ പറ്റുള്ളൂ, നേരിട്ട് അള്ളാഹുവോട് ചോദിക്കാൻ പറ്റൂല. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ്. എന്നിട്ട് ഇപ്പുറത്ത് ആകെ പൊട്ടിപ്പൊളിഞ്ഞു, ഒന്നും പൊട്ടിയിട്ടില്ല, ഒന്നും പൊളിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ശക്തമായി ആശയപ്രചാരണമായിട്ട് പോണത്. നേരെ ഇപ്പുറത്ത് ലിബറലിസമാണ്. നമ്മളെ കുട്ടികളെ അയാമൻ എക്സ് മുസ്ലിം എന്ന് പറയാണ്. ഖുറാനിലും ഹദീസിലുള്ളത് കട്ടുമുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. 5ഉം 10ഉം ആളുകൾ രാത്രി 1000 2000 ആളെ വെച്ച് സംഘപരിവാരത്തിന്റെ ഓശാനയോടുകൂടെ, കൃസംഗികളുടെ ഓശാനയോടുകൂടെ അവരിങ്ങനെ ലൈവ് നടത്തുക. അതിലേക്ക് സാധുക്കളായ താത്താരും കാക്കാരും ഉള്ളവരില്ലാത്തവരൊക്കെ വിളിക്കുക. എന്നിട്ടോ ആ കാക്കിയും താത്തിയും വിളിച്ചിൻ്റെ ആഘോഷം നടത്തുക. അപ്പം അവരുടെ ഓരോ തെളിവുകളെയും ഖണ്ഡിച്ചുകൊണ്ട് നമ്മൾ ഡയലോഗ് പരിപാടിയുമായി മുന്നോട്ട് പോയി. 12ാമത് ഡയലോഗ് മുസ്ലിം കൈരളിയുടെ മുന്നിൽ അല്ല, മലയാളി കേരളത്തിൻ്റെ മുന്നിൽ ഇതാ 11 പരിപാടികൾ തെളിവുകൾ കാണിച്ചും കൃത്യമായി സമർത്ഥിച്ചും ഇവിടെ ഉയർന്ന എല്ലാത്തരം ഇസ്ലാം വിമർശനങ്ങൾക്കും മറുപടി കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വേറൊന്നും ചിന്തിക്കാൻ നേരമില്ല. അതിൻ്റെ അപ്പുറത്ത് തസ്കിയത്തും തർബിയത്തുമായി ബന്ധപ്പെട്ട് കൃത്യമായ സെഷനുകളും ക്ലാസ്സുകളും പദ്ധതികളും പരിപാടികളുമുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞ 10 വർഷമായി 24 മണിക്കൂറും ആർക്കും കേൾക്കാവുന്ന വിധം പീസ് റേഡിയോ ശബ്ദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്കും അതിൻ്റെ അടുത്ത മേഖലകളിലേക്കുമുള്ള യാത്രയുടെ ഒരുക്കമാണ് നമ്മുടെ കൂട്ടായ്മ നടത്തുന്നത്. അള്ളാഹു അതൊക്കെ സാക്ഷാത്കരിച്ച് തരുമാറാകട്ടെ. അമേരിക്കൻ കോടതികളിൽ ഇപ്പോൾ രക്ഷിതാക്കളും മെറ്റയും തമ്മിൽ, രക്ഷിതാക്കളും ഇവിടുത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും തമ്മിലുള്ള കേസുകളാണ്. 10 കോടി 50 കോടിയൊക്കെ നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുകയാണ്. എന്താ കാര്യം? ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിട്ട് എൻ്റെ കുട്ടി മരിച്ചു, ഈ കേസ് നടക്കുകയാണ്. അമേരിക്കക്കാർക്ക് മനസ്സിലായി, നമ്മളെ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അപ്പം അത് മനസ്സിലാക്കി കൊടുക്കാനാണ് കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന ക്യാമ്പയിനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ. നിങ്ങൾ എഴുതി വെച്ചോ, കേരളം ഈ ചരിത്രം ഓർക്കും. മുജാഹിദ് പ്രസ്ഥാനം, നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ എല്ലാത്തരം ഉയർച്ചകളുടെയും മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയാണ്, ഇത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചോ നിങ്ങൾ. ഇത് നാളെ ഇവിടുത്തെ പ്രകടന പത്രികകളിൽ വരാൻ പോവുകയാണ്. പ്രകടന പത്രികകളിൽ ഓഫറായിരിക്കും, ഇങ്ങനത്തെ ഫോൺ ഉപയോഗങ്ങൾ നിയന്ത്രിക്കും, ഇന്നതിന് സംവിധാനമുണ്ടാക്കും എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പുറത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഇതാ നമ്മളൊരു കോൺഫറൻസ് നടത്തുകയാണ്. കാര്യം എന്താ? നമ്മളെ കുട്ടികളെ നിരായുധരായിട്ടാണ് നമ്മൾ പറഞ്ഞേക്കണത്. നിരായുധരായിട്ട് മദ്രസ വിദ്യാഭ്യാസത്തിൽ മനസ്സുറക്കാത്ത പ്രായത്തിൽ ഉമ്മാൻ്റെ കൂടി പോകാൻ എന്താ പറയുക, ആവശ്യമില്ലാത്ത ദിവസങ്ങളിൽ എല്ലാവരെയും പറ്റിയല്ല ഞാൻ പറയണത്, പോയ മദ്രസ് അല്ലേ, സ്കൂൾ ബസ്സിൻ്റെ ഹോണ് കേട്ട് മദ്രസിന്ന് ചാടി ഓടിപ്പോയ മദ്രസ്, അത് മാത്രമേ നമ്മളെ കുട്ടികളുടെ അടുത്തുള്ളത്. മറുവശത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ, വാട്സാപ്പുകളിലൂടെ ഇസ്ലാം വിമർശനങ്ങൾ കുത്തി നിറക്കുമ്പോൾ, ട്രോളുകളായി വരുമ്പോൾ, അത് സിനിമകൾ കൈയടക്കുമ്പോൾ, അത് ഇൻഫ്ലുവൻസർമാർ സംസാരിക്കുമ്പോൾ, അത് ഭക്ഷണം പാചകം ചെയ്യുന്ന മെനു വിശദീകരിക്കുന്നിടത്ത് വരെ ഇസ്ലാം വിരോധം കുത്തി നിറക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അവര് RSSകാരൻ്റെ സംഘപരിവാരുകാരൻ്റെ കൂടെ, അറിയാത്ത വ്യക്തിയുടെ കൂടെ കുറേ കാലം അവരിങ്ങനെ ചാറ്റ് നടത്തി പിരിയാൻ കഴിയാത്ത മാനസികാവസ്ഥയിലേക്ക് എത്തി. ക്ഷേത്രനടയിൽ അവന് ഹാരമണിയിച്ച്, അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ അതിന് കുടപിടിച്ചു കൊടുത്ത് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നിടത്ത് അതിൻ്റെ പരിഹാരം എന്താ? മൂർച്ച കൂട്ടിയ പിച്ചാത്തിയല്ലെന്നും നമ്മളെ കുട്ടിയേക്ക് ശരിക്കും പറഞ്ഞു കൊടുത്താൽ മതി. മോളെത്താണ് കേസ് കേട്ടോ. എന്താ, ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി ഒരു വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിൽ നിന്ന് ആങ്ങളമാരൊക്കെ കൂടെ പിടിച്ചോണ്ടുന്നൊരു കുട്ടി സൂം പ്ലാറ്റ്ഫോമിൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൂം പ്ലാറ്റ്ഫോമിൽ അവളോട് എനിക്ക് സംസാരിക്കാൻ പറ്റി കേട്ടോ. ഒക്കെ കേട്ടപ്പോഴേ അവൾ ചോദിച്ചു, ഈ കാര്യമൊക്കെ എനിക്ക് ആർക്കെങ്കിലും ഒന്ന് നേരത്തെ പറഞ്ഞു തന്നൂടേനോ, എനിക്കറിയില്ലേനല്ലോ. എന്ത് നിഷ്കളങ്കമായ ചോദ്യം. ഞാൻ വെറുതെ ചോദിക്കാം അവിടെ ഇരിക്കണം അമ്മമാരോടും ബാപ്പാരോടൊക്കെ, നിങ്ങളെ കുട്ടി നാളെ ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയാൽ പോകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പരമാവധി ചടപ്പിക്കും നമ്മൾ അല്ലേ. കുട്ടി അടിച്ചു വരിയാൽ അടിച്ചുവരിനെ കുറിച്ച് കുറ്റം, കുട്ടി കറി ഉണ്ടാക്കിയതിനെ കുറിച്ച് കുറ്റം, ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറ്റം. ഇതിങ്ങനെ പിന്നാലെ നടന്ന് വെറുപ്പിക്കലല്ലാതെ എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയണേ, എല്ലാവരെ കുറിച്ചല്ല, നല്ല ബോധ്യത്തോടെയാണ് ഞാൻ പറയണത്.
ബോധ്യമില്ലാതെ ഒന്നല്ല. എനിക്കൊരു മെസ്സേജ് ഒന്ന് കിടക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു +2 പഠിക്കുന്ന കുട്ടീൻ്റെ ഒരമ്മ അവിടെ ഉണ്ടാവും. വളരെ സങ്കടമാണ് സഹോദരങ്ങളെ. ഒരു കുട്ടി ഈ ചെറിയ പ്രായത്തിൽ അവൾ അത്രയെങ്കിലും ചെയ്യണമെന്നുള്ള വലിയ കാര്യമല്ലേ? നമുക്ക് നമ്മളെ കുട്ടികളോട് മുണ്ടാൻ സമയമില്ല, വർത്തമാനം പറയാൻ സമയമില്ല, അല്ലേ? ഒക്കെ തൊണ്ടോണ്ട് മാത്രം സംസാരിക്കാനേ സമയമുള്ളൂ. അപ്പോൾ അതിന് സമ്മറൈസ് മോറൽ സ്കൂളിൽ സംവിധാനം ഉണ്ടാക്കി ഒക്കെ ആവുമ്പോൾ നമുക്കത് അറിയുന്നല്ല. പീസ് റേഡിയോയിൽ ഈ മെയ് മാസം 6-ാം തീയതി മുതൽ തുടങ്ങിയൊരു വിപ്ലവമുണ്ട് വിശ്വ സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ. LP UP കുട്ടികൾക്ക് വേണ്ടി വലിയ ഒരു മുന്നേറ്റമാണ് നടക്കുന്നത്. ഓരോന്നോൽക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. എന്തത്ഭുതകരമായിട്ടാണ് കുട്ടികളിൽ പങ്കെടുക്കുന്നത്. 100 കണക്കിന് കുട്ടികൾ പങ്കുചേരുകയാണ്. എൻ്റെ മക്കളൊന്നും കാര്യത്തിൽ എനിക്കൊരു റിസ്ക്കുമില്ല ഇപ്പോൾ. കാരണം അതിനൊരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് അവിടുന്ന്. ആ ഷെഡ്യൂൾ അനുസരിച്ച് നിസ്കാരത്തിൻ്റെ സമയം നിസ്കാരം ആവുന്നു, ഒരു ടിക്കറ്റുന്നു, അങ്ങനെ പോവുകയാണ് ഭയങ്കര സംഭവമായിട്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നേരല്ല. പിന്നെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയ ആരുസുമലിനെ കിട്ടുമോ, അവരെ കിട്ടുമോ, ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ? വിചാരിച്ചെന്താ അറിയോ, ഈ പറഞ്ഞ കാലങ്ങളോണ്ടുണ്ടാക്കിയ കെണി അതൊരു 10 മിനിറ്റ് ആരോട് പറഞ്ഞാൽ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുന്ന ഭൂതവൻ നരണമാര് മാറുന്ന ചില ആൾക്കാർ വിചാരിച്ചത്. ഇനി അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് വരുന്നു പറയുന്നൊക്കെയാണ് വിശ്വത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. പറഞ്ഞു തന്നെ മനുഷ്യന്മാരെ എന്തൊക്കെ മുറിച്ചാൽ നിൽക്കുന്ന ആൾക്കാരുണ്ടേ കേട്ടോ. ഇപ്പോൾ ഭൂതവിശ്വാസത്തിലേക്കും എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേറൊരു പണിയില്ലാതെ നടക്കുന്ന കുറച്ച് സാധുക്കളുണ്ട്. ഓലെ കണ്ടങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് ഉറക്കനെ പറയാം. എന്നിട്ട് വേഗം അടുത്ത ആളോട് പോയിട്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരോട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ വിചാരണ ഒരു വല്ലാത്ത വിചാരണീകരം. ഖുർആൻ പഠിക്കാൻ പറപ്പൂർ ഉസ്താദിൻ്റെ പരിഭാഷ, അത് പോരെങ്കിൽ വിശദീകരണം അമാനി മോലിൻ്റെ പരിഭാഷ. ഇനി ക്ലാസ് പോയി പഠിക്കണമെങ്കിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂള്. അപ്പോൾ പറപ്പൂർ ഉസ്താദിൻ്റെ പരിഭാഷ ഏറ്റി നടക്കേണ്ട വേണ്ട. ഒരു 10 KB ഒക്കെ ഉള്ള ഫയൽ നേരെ ഇതിൻ്റെ ഉള്ളിൽ. ഇനി അമാനി മോലിൻ്റെ പരിഭാഷ സെർച്ച് കൊടുത്താൽ സെർച്ചുള്ളത്, ആയത്ത് കൊടുത്താൽ അത്. ഇനി കുറച്ചും കൂടി ആഴത്ത് പഠിക്കണോ, 500 ഖുർആൻ പഠനം. ഞാൻ നോക്കുമ്പോണ്ട് ഒരു ദിവസം വൈഫ് കുട്ടികൾക്ക് ഇങ്ങനെ ഇസ്ലാമിലെ അടിമത്തത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കേൾക്കുകയാണ്, കൗതുകത്തോടെ കേൾക്കുകയാണ്. ഇസ്ലാമിലെ അടിമകൾ അബ്രഹാം ലിങ്കൻ്റെ കാലത്ത് അടിമ നിരോധനം പോലെയല്ല. അബ്രഹാം ലിങ്കനെ അടിമത്തം നിരോധിച്ചപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളെ മുതലാളിമാർ തന്നെ മതി, തിന്നാൻ കിട്ടണില്ല, കുടിച്ചാൻ കിട്ടണില്ല, ആകെ പ്രശ്നമാണ്. ഇസ്ലാം നിരോധിച്ചപ്പോൾ അടിമത്തത്തെ നിന്ന് അടിമകളെ മോചിതരാക്കിയപ്പോൾ കുറേ അടിമകൾ മഹാപണ്ഡിതന്മാരായി. അത്രയും കാലം അടിമയായി കൊണ്ടിടുന്ന ആൾ മൂപ്പര മുമ്പിൽ ഇൽമ നേടാൻ വന്നു. ചില ആൾക്കാർ രാജാക്കന്മാരായി, ചില ആൾക്കാർ ഗവർണർമാരായി. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമൊക്കെ ഫുള്ള് ഇതാ. അപ്പോൾ ഞാൻ ഈ അന്നൂറിൻ്റെ ആ മൊഡ്യൂൾ കേട്ടിട്ടില്ല. മൊഡ്യൂളിലെ 3ാമത്തെ ക്ലാസ്സാണത്, ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത് അന്നൂറിൽ വന്നതാണ്. ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാലത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച് ഖുർആനിൻ്റെ അർത്ഥം പഠിപ്പിക്കുകയാണ്. 73 രാഷ്ട്രങ്ങളിലായി ആയിരക്കണക്കിന് മനുഷ്യർ പഠിക്കുന്ന സംരംഭം. ഇനി ഗ്രന്ഥങ്ങൾ പഠിക്കണോ, ദർസ് TV എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാതും കിതാബ് തൗഹീദ് തൊട്ട് എല്ലാം അതിൽ നമ്മളെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ, ക്ലാസ്സുകൾ ഇഷ്ടംപോലെ അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജമീൽ കയറി കഴിഞ്ഞാൽ അതിൽ 10,000 സ്പീച്ചുകളാണ്. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശക്തമായി നമ്മൾ മുന്നോട്ട് പോവുക. ഇത് പരിപാടികളുടെ അവസാനമാകരുത്. തൗഹീദിൻ്റെ ശബ്ദം ഒരിക്കലും കേൾക്കാത്ത KM മൗലവിയും ഉമർ മൗലവിയും നടന്നു നീങ്ങി ദൗത്യം നിർവഹിച്ച മണ്ണിൻ്റെ പരിസരങ്ങളിൽ കൊച്ചു കിലോമീറ്ററുകൾക്കരികിൽ തൗഹീദ് ഒരു തവണ പോലും കേൾക്കാത്ത പ്രദേശങ്ങളുണ്ട്. അത് ലിസ്റ്റ് ചെയ്യണം. അത് ലിസ്റ്റ് ചെയ്തിട്ട് അവിടെ പോയി നമ്മൾ കാര്യങ്ങൾ പറയണം, അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കണം, വിഷയങ്ങളുമായിട്ട് പോകണം. ശക്തമായ മുന്നേറ്റങ്ങൾക്ക് നമുക്ക് സമയം ഉണ്ടാകണം. അതിന് ഓരോരുത്തരും അവരുടെ സ്കില്ലുകളൊക്കെ ദീനീ രംഗത്ത് കൊടുത്ത് മുന്നോട്ട് പോകുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വളരെ അപ്രതീക്ഷിതമായി മക്കളെ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരൻ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സബറിനെ കൊടുക്കുമാറാകട്ടെ. രോഗികളായ നമ്മുടെ പണ്ഡിതന്മാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവർക്ക് അള്ളാഹു ശമനത്തെ നൽകുമാറാകട്ടെ. പലപ്പോഴും
വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം ലഭിക്കാത്ത ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് അല്ലാഹു അവരുടെ വിവാഹത്തെ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ ഇണകളുമായി ഒത്തുചേരാനുള്ള തൗഫീഖിനെ കൊടുക്കുമാറാകട്ടെ. ഒരു വീടില്ലാത്തവരുണ്ട്, അവർക്ക് അല്ലാഹു അവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കുമാറാകട്ടെ. പരസ്പരം പിണങ്ങിയും തെറ്റിയൊക്കെ കഴിയുന്ന കുടുംബാംഗങ്ങളുണ്ട്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉള്ളിൽ വെളിച്ചം പകരട്ടെ. അവർക്ക് പരസ്പരം സ്നേഹ പുഞ്ചിരികളോടെ ഒത്തുചേരാനുള്ള തൗഫീഖിനെ കൊടുക്കുമാറാകട്ടെ. ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും മുമ്പേ വിട്ടുപോയ മാതാപിതാക്കളുണ്ട്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിനെ കൊടുത്ത് നാളെ സ്വർഗ്ഗത്തിൽ നമുക്കെല്ലാവർക്കും ഒന്നിക്കാനുള്ള തൗഫീഖിനെ നൽകുമാറാകട്ടെ. തൗഹീദിൻ്റെ പഠയണിയെ അള്ളാഹു കൂടുതൽ ശക്തിപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുറവുകളും പോരായ്മകളും പരിഹരിക്കുന്ന വ്യക്തികളെയും സംവിധാനങ്ങളെയും ഒക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ലോകത്തെമ്പാടും തൗഹീദിൻ്റെ പ്രചാരണങ്ങൾക്ക് ശക്തി പകരുന്ന വലിയ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാപണ്ഡിതന്മാരെ അള്ളാഹു സൃഷ്ടിക്കുമാറാകട്ടെ. ഗസയിൽ വിഭാര്യന്മാരായി വിധവകളായി കഴിയുന്നവർക്ക് അള്ളാഹു സംരക്ഷകരെ കൊടുക്കുമാറാകട്ടെ. അനാഥബാല്യങ്ങൾക്ക് അവരുടെ രാഷ്ട്രത്തിൻ്റെ ആകാശത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ സൂര്യനുദിക്കുന്നതിന് സാക്ഷിയാകാനുള്ള മഹാഭാഗ്യത്തെ കൊടുക്കുമാറാകട്ടെ. ഖുദ്സിൻ്റെ സമ്പൂർണ്ണമായ മോചനത്തെ അള്ളാഹു സാക്ഷാത്കരിക്കുമാറാകട്ടെ. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ കെടുതികൾ അവസാനിച്ച് ആശ്വാസപൂർവ്വം മനുഷ്യർക്ക് അവരുടെ ഉപജീവനങ്ങളിലേക്ക് തിരിച്ചു നടക്കാനും നാട് പഴയതിലേറെ സുന്ദരമായ ക്രമത്തിലേക്ക് നടന്നു നീങ്ങാനുമുള്ള തൗഫീഖിനെ അല്ലാഹു നൽകുമാറാകട്ടെ. ഭരണകൂടങ്ങളും സംവിധാനങ്ങളും സ്ഥാപിക്കപ്പെടുമ്പോൾ പ്രബോധനത്തിനും സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഇടം കിട്ടുന്ന മനുഷ്യ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ സ്ഥാപിതമാക്കും വിധമുള്ള കാര്യങ്ങൾ സംഭവിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله على محمد.